أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين. اللهم صل على محمد وعلى آل محمد. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ, സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ, സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ, സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ, സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ, സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ, സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ, സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ, സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ, സ്ത്രീകൾ, ധാരാളമായി അള്ളാഹു ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ, സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ഉൾപ്പെടാന് നമ്മൾ ദുആ ചെയ്യണം. കാരണം അള്ളാഹുവിന് കീഴ്പ്പെട്ട ആളുകൾ, ഒന്നാമത്, അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭക്തിയുള്ളവരായ ആളുകൾ, സത്യസന്ധരായ ആളുകൾ, ക്ഷമാശീലരായ ആളുകൾ, വിനയതരായ ആളുകൾ, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നവരായ ആളുകൾ, അല്ലെങ്കിൽ വ്രതമനുഷ്ഠിക്കുന്നവരായ ആളുകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായ ആളുകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവർ, അതായത് ദിക്ർ ചെല്ലുന്നവർ, ഇതിലേതെങ്കിലും ഒന്നിലെത്തിയാൽ എന്താ സംഭവിക്കുക? അള്ളാഹു പാപമോചനവും അവർക്ക് പ്രതിഫലവും നൽകും എന്നുള്ളതാണ്. ഓക്കെ. അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയാളായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തിൽ സംബന്ധിച്ച് സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അള്ളാഹുവും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപഴച്ചു പോയിരിക്കുന്നു. ഈ ഒരു ആയത്ത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈനബ് റളിയല്ലാഹു അൻഹ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചത്. അതായത് ഒരു അടിമയായിട്ടുള്ള സെയ്ദ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള വിവാഹത്തിന് അവർ സമ്മതിക്കാനുണ്ടായ കാരണം ഇതാണെന്ന്. അതായത് ഒരു കാര്യത്തിൽ റസൂല് ഇപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, അവിടെ മറ്റ് നമ്മുടെ സ്വന്തമായിട്ട് ബാഹ്യമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കോ നമ്മുടെ കാര്യങ്ങൾക്കോ അവിടെ തീരുമാനം എടുക്കാൻ പാടില്ല എന്ന്. പിന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അവിടെ തീരുമാനം എന്നുള്ളതാണ്. ഓക്കെ. റസൂൽ എന്ത് പറഞ്ഞോ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് നമുക്ക് വ്യക്തമായിട്ട് വേറെ ഒരു അഭിപ്രായം എടുക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഓക്കെ. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമാണ്. ഇതുകൊണ്ടാണ് ഖുർആനും ഹദീസും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് നമ്മളെ അഭിപ്രായം നമ്മുടെ സ്വന്തമായിട്ട് അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് അത് നടപ്പിലാക്കാൻ പറ്റുമോ, ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം അവിടെ ഒരു ഇസ്ലാമിന്റെ ഒരു നിയമത്തില് ഇല്ല എന്നുള്ളതാണ്. അവിടെ ഒരു പണ്ഡിതന് നമ്മളോട് പറയാണ്, ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, പിന്നെ അവിടെ പോയിട്ട് അത് ഉണ്ടല്ലോ ഉണ്ടില്ലല്ലോ അങ്ങനത്തെ സംസാരമൊന്നും നമുക്ക് അവിടെ പറയാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിനെ ബാധിക്കും എന്നുള്ളതാണ്. ഈമാന് നമ്മളിൽ നിന്ന് ഊരിയെടുക്കുന്നതാണ് നമ്മളവിടെ അഭിപ്രായങ്ങൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ. ഞാൻ കേട്ടു അനുസരിച്ച് സമീഅന വതഅന എന്നല്ലാതെ മറ്റൊരു അഭിപ്രായം നമ്മളവിടെ പറയാൻ പാടുള്ളതല്ല എന്നാണ്. ഓക്കെ. ഇതാണ് പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അനുബന്ധിച്ചുള്ള തഫ്സീറിലെ വിശദീകരണത്തിൽ പറഞ്ഞത് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനും അവിടുത്തെ മൗലയുമായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഖുറൈശി ഗോത്രത്തിൽ അസദ് കുടുംബത്തിൽപ്പെട്ട ജഹ്ഷിന്റെ മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളും കൂടിയായ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിരുന്നു. ഇത് ഹിജ്റക്ക് മുമ്പാണ്. താൻ കുലീന കുടുംബത്തിൽ ജനിച്ചവളാണെന്ന നിലക്ക് ഈ വിവാഹത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് അല്പം അനിഷ്ടമുണ്ടായി. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടവും വംശപരമായ ഉച്ചനീചത്വത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന വസ്തുതയും മുൻനിർത്തിക്കൊണ്ട് അവർ അതിനെ അനുവദിക്കുകയാണ് ഉണ്ടായത്. ക്രമേണ അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായി. ഇക്കാരണത്താൽ സയ്യിദ് റളിയല്ലാഹു അൻഹു അവർക്ക് വിവാഹമോചനം നൽകുവാൻ തീരുമാനിച്ചു. ഈ വിവാഹമോചനം നടക്കാൻ പോകുന്നുവെന്നും യുദ്ധകാലം കഴിഞ്ഞതിന് ശേഷം സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാകാൻ പോകുന്നുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിരുന്നു. പോറ്റുമക്കളെ യഥാർത്ഥ മക്കളായി ഗണിച്ചിരുന്ന അന്നത്തെ ചുറ്റുപാടിൽ മുഹമ്മദ് സ്വന്തം മകന്റെ ഭാര്യയെ വിവാഹം കഴിച്ചുവെന്ന സംസാരത്തിനും ഇസ്ലാമിനെതിരായ കുപ്രചാരങ്ങൾക്കും ഇത് കാരണമായേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി.
അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു തന്റെ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ അവിടുന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ചാണ് അടുത്ത വചനം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കഥയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് നിന്റെ ഭാര്യ, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതായത് സത്യവിശ്വാസികളായ പുരുഷനും സ്ത്രീക്കും അള്ളാഹും എൻ്റെ റസൂലും എന്ത് പറഞ്ഞു, അതിനുശേഷം പിന്നെ മറ്റൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വല്ലവരും ധിക്കരിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്, അവൻ വ്യക്തമായ വഴിപഴപ്പ് തന്നെ ആകുന്നു ചെയ്യുന്നത്. അതായത് അവന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതിന് അത് കാരണമാകുമെന്നാണ്. അതിനുശേഷം നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളതുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തന്റെ വളർത്തു മകന്റെ അടുത്ത് പറഞ്ഞ് ഭാര്യയെ വിവാഹമോചനം ചെയ്യരുതെന്ന്. കാരണം അതിന്റെ അടുത്ത ഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അവരെ വിവാഹം കഴിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്നു പോയി എന്നാണ്. കാരണം ഭാര്യന്റെ മകനെ വിവാഹം കഴിച്ചു എന്ന് ജനങ്ങൾക്കിടയിൽ പറഞ്ഞാല് ഒരു വലിയൊരു തറവാട്ടിലെ ഒരാൾക്ക് അത് അപമാനം തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അത് കണക്കാക്കി. ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള അല്ലെ, നമ്മുടെ മകന്റെ ഭാര്യനെ പിന്നെ വാപ്പ കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അമ്മോശൻ എന്ന് പറയുന്ന ആള് നമ്മളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി വരും തലമുറകൾക്കും ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തില് അത് ഒരു ആൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതേ അവസ്ഥയിലായിരുന്നു അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഈ ആയത്ത് ഇറങ്ങുന്നത്. ഓക്കെ, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ നിന്റെ മനസ്സിൽ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആവുന്നു. അള്ളാഹ് ഒരു കാര്യം പറയാണ്, അപ്പൊ നീ അത് എന്ത് ചെയ്യാൻ പാടില്ല, നീ അത് പേടിക്കുകയോ നീ അതിനെ മറച്ചു വെക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്ത് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. ഇതാണ് അള്ളാഹുവാണ് സൈനബ് റളിയല്ലാഹുഅൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള വിവാഹം നടത്തിയത് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിലെ പിന്നെ നിക്കാഹ് ബന്ധം നടന്നിട്ടില്ല അതില്. ഓക്കെ, അത് ഭൂമിയിൽ വെച്ച് നടന്ന നിക്കാഹ് ബന്ധമല്ല. അള്ളാഹു ഈ ഒരു ആയത്തിറക്കാണ്, ഞാൻ നിനക്ക് ഭാര്യയാക്കി തന്നു. അതായത് നമ്മൾ നിക്കാഹ് നടത്തുന്നത് എങ്ങനെയാണ്, അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുക്കണം. ഒരു പെണ്ണിന്റെ വാപ്പ പിന്നെ ഒരു പുരുഷന് വിവാഹം ചെയ്ത് കൊടുക്കണം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അത് നടത്തി കൊടുക്കൂല. കാരണം പിന്നെ മകന്റെ ഭാര്യനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ആരും ആക്സെപ്റ്റ് ചെയ്യൂല, ആരും നടത്തി കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെയാണ് പിന്നെ ഈ ഒരു നിക്കാഹ് നടത്തി കൊടുത്തത് എന്നാണ്. തങ്ങളുടെ ദത്തുപുത്രന്മാർ തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കാൻ കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രയത് അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നു. അതായത് ദത്തുപുത്രന്മാർ ഒരിക്കലും രക്തബന്ധമല്ല എന്നും അവര് വ്യത്യസ്തരായിട്ടുള്ള ഒരാളുകൾ തന്നെയാണ്. കുടുംബവുമായിട്ട് അവരെ ചേർത്തിട്ട് അവസാനം അവരുടെ ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള നിയമമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദത്തുപുത്രന്മാർ ഡിഫറൻറ്റ് തന്നെയാണ്. അവരുടെ ഭാര്യമാരുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അത് ദത്തുപുത്രനാണെന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് ഹലാലല്ലാതാവൂല, നിങ്ങൾക്ക് ഹലാലാണത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന കാര്യത്തിൽ പ്രവാചകന് യാതൊരു വിഷമവും തോന്നേണ്ടയില്ല. മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പാക്കിയിരുന്ന നടപടിക്രമം തന്നെയാണിത്. അള്ളാഹുവിന്റെ കൽപ്പന ഖണ്ഡിതമായ ഒരു വിധിയാകുന്നു. അതായത് കഴിഞ്ഞ തലമുറകൾക്കും പിന്നെ ഇങ്ങനെ ദത്തുപുത്രന്മാര് എന്ന് പറയുന്ന ഒരു നമ്മുടെ രക്തവുമായിട്ട് ചേർന്നവരെല്ലാം അവരുടെ ഭാര്യമാരെ നമുക്ക് വിവാഹം കഴിക്കാം എന്നുള്ളത് മുമ്പുള്ള കാലഘട്ടത്തിൽ അള്ളാഹു നിയമമാക്കി വെച്ചതാണ്. അത് തന്നെയാണ് ഇന്നും നിങ്ങൾക്ക് നിയമം എന്നുള്ളതാണ്. അതായത് ദത്തുപുത്രന്മാരുമായിട്ടുള്ള ഇത് അവർക്ക് സ്വത്തിലും അവകാശമില്ല. അതുപോലെ തന്നെ അവരുടെ വിവാഹ ജീവിതത്തിൽ അവരുടെ ഭാര്യമാരെ അവർ വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വിവാഹം കഴിക്കാം. അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഇസ്ലാമിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ച് പിന്നെ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും ആക്ഷേപിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, സ്വന്തം മകന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കുറെ ചർച്ചകളൊക്കെ ആളുകൾ നടത്തും. പക്ഷെ അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ,
അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പിന്നെ പോറ്റി വളർത്തിയ മകനാണ് പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹും അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹും നീയും അനുഗ്രഹം ചെയ്തു കൊടുത്തവനെന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നതൊക്കെ. അതുപോലെ തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ആര്? ഉസാമ റളിയല്ലാഹു അൻഹു. നമ്മൾ പല ഹദീസുകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാണൊക്കെ പിന്നെ ഇവർ രണ്ടുപേരെയും കുറിച്ച് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റസൂലിന്റെ പ്രിയങ്കരർ എന്നായിരുന്നു അവർ രണ്ടുപേരെയും. അതായത് സെയ്ദ് റളിയല്ലാഹു അൻഹു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ഹിബ് റസൂലുള്ള എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. റസൂലുള്ളാന്റെ പ്രിയങ്കരായ ആളുകൾ എന്നുള്ളതൊക്കെ. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓക്കെ. അതായത് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് പിന്നെ ഇമാം മുസ്ലിമിലും തിർമിദിയിലും ഒക്കെ നിവേദനം വന്നത് എന്താ വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് വല്ലതും ജനങ്ങളെ അറിയിക്കാതെ മറച്ചു വെക്കുമായിരുന്നുവെങ്കിൽ ഈ ആയത്ത് മറച്ചു വെക്കേണ്ടതായിരുന്നു എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യവും അല്ലെങ്കിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒരു കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആയത്ത് എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്നുള്ള കാര്യം അത് പുറത്തു പറയാന് പിന്നെ ഖുർആനിക ആയത്തിലൂടെ പറയുമ്പം അത് ജനങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യൂല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഖുർആനിക ആയത്ത് പാരായണം ചെയ്യേണ്ടി വന്നു എന്നാണൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാർ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഭാര്യമാരോട് പറയാണ്, എൻ്റെ ഭാര്യമാരോട് സൈനബ് റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകാരല്ലേ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്, എന്നെ 7 ആകാശങ്ങൾക്ക് മീതെ നിന്ന് അള്ളാഹു വിവാഹം കഴിപ്പിച്ചു തന്നതാണെന്ന്. സുബ്ഹാനല്ലാഹ്. അത്രയും അഭിമാനമായിരുന്നു അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സ്ഥാനം കിട്ടിയതിന് ശേഷമൊക്കെ. കാരണം അവർ അത്രയും വിഷമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അവർ വിവാഹം കഴിക്കുന്നത്. കാരണം അടിമയാണ് ഒന്നാമത്, രണ്ടാമത് കറുത്തവരിൽ കറുത്തവനായിരുന്നു എന്നാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. എന്നാൽ സൈനബ് റളിയല്ലാഹു അൻഹ വെളുത്തവരിൽ വെളുത്തവളായിരുന്നു. ഓക്കെ. അപ്പം ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പും എത്രയാണ് ശരിക്കും നമ്മൾ കറുപ്പും വെളുപ്പും എടുത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയായിരുന്നു അവർക്കിടയിലുള്ള വ്യത്യാസം എന്നാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നതിന്റെ കാരണം കൊണ്ട് മാത്രമായിക്കൊണ്ടാണ് അവര് അത് വിവാഹത്തിന് സമ്മതം മൂളിയത്. കാരണം വാപ്പിയും ഉമ്മയും ഒന്നും സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന് വേണ്ടിയിട്ട് പിന്നെ മകൻക്ക് വേണ്ടിയിട്ട് വിവാഹാലോചിച്ച് വന്നപ്പം അവർക്കൊന്നും അത് ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ലായിരുന്നു. ഖുറൈശി ഗോത്രത്തിൽ പെട്ടൊരു പെൺകുട്ടിനെ ഒരു അടിമക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നതൊന്നും അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക്. അതായത് പിന്നെ നീ നിന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പേടിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ അള്ളാഹുവാണ് എന്നുള്ള ഈ ആയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായിട്ടാണ് അഭിപ്രായമൊക്കെ. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം നീ മനസ്സിൽ മറച്ചു വെക്കുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള യോജിച്ചു പോകുകയില്ലെന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം നടന്നൊരു വിവാഹമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഭയങ്കര വിഷമമുണ്ടാക്കും എന്നുള്ളതും, എന്നാലോ പിന്നെ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ അതായത് ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ കുത്തി നോവിക്കുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീനെ ഭാര്യനേക്കാളും അവളൊരു പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ അത് മാറിപ്പോകുന്ന ഒരു ലെവലിലായിരുന്നു അവരുടെ വിവാഹബന്ധം എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ വന്നിട്ട് ചോദിക്കുന്നത് എന്നാണ്. ഓക്കെ. അതായത് സെയ്ദ് ബിൻ ഹാരിസ സങ്കടപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന്. ഓക്കെ. ഇത് ഇ- ഇത് പിന്നെ അതായത് ഇത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിയുന്നില്ല, വിവാഹം കൊണ്ടുപോകാൻ കഴിയുന്നേയില്ല. അങ്ങനെയാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ ഒരു ആയത്തിലൂടെ അതിനെ തടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം ഓക്കെ, തനിക്ക് അള്ളാഹു നിശ്ചയിച്ച് ഔദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന കാര്യത്തിൽ പ്രവാചകന് യാതൊരു വിഷമവും തോന്നേണ്ടയില്ല. മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പാക്കിയിരുന്ന നടപടിക്രമം തന്നെ അള്ളാഹുവിന്റെ കൽപ്പന ഖണ്ഡിതമായ ഒരു വിധിയാകുന്നു. അതായത് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവനെ പേടിക്കുകയും അള്ളാഹു അല്ലാത്ത ഒരാളെയും പേടിക്കാതിരിക്കുകയും ചെയ്തിരുന്നവരുടെ കാര്യത്തിലാകുന്നു അള്ളാഹുവിന്റെ നടപടി. കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളെയും പിതാവായിട്ടില്ല. പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു. അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിയുള്ളവനാകുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കള് പുരുഷന്മാരെ ആയിട്ട് മക്കളാരും ഇല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരും പിന്നെ പിതാവായിട്ട് അദ്ദേഹം ഇല്ല. അതായത് സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനല്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയണം. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ പുത്രന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതായത് ഒരിക്കലും പുത്രനല്ല അദ്ദേഹം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ അന്ത്യപ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. ഓക്കെ. ഇതിനുശേഷം സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ ധാരാളമായി അനുസ്മരിക്കുകയും കാലത്തും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുവിൻ. അവൻ നിങ്ങളുടെ മേൽ കരുണ ചൊരിയുന്നവനാകുന്നു. അവന്റെ മലക്കുകളും കരുണ കാണിക്കുന്നു. അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയത്രേ അത്. അവൻ സത്യവിശ്വാസികളോട് അത്യന്തം കരുണയുള്ളവനാകുന്നു. അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാം ആയിരിക്കും. അവർക്ക് അവൻ മാന്യമായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. നബിയെ, തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും ആയിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അവങ്കിലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കും ആയിക്കൊണ്ട്. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്ന് വലിയ ഔദാര്യം ലഭിക്കാനുണ്ട് എന്ന് നീ അവരെ സന്തോഷ വാർത്ത അറിയിക്കുക. സത്യനിഷേധികളും കപടവിശ്വാസികളും സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും നീ അനുസരിച്ചു പോകരുത്. അവരുടെ ദ്രോഹം നീ അവഗണിക്കുകയും അള്ളാഹുവെ പരമേൽപ്പിക്കുകയും ചെയ്യുക. കർത്താവായ അള്ളാഹു തന്നെ മതി. നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി അവരെ വിവാഹമോചനം നടത്തുകയും ചെയ്താൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഇത് ആചരിക്കേണ്ട ബാധ്യത അവർക്ക് നിങ്ങളോടില്ല. എന്നാൽ നിങ്ങൾ അവർക്ക് മത്താ നൽകുകയും അവരെ ഭംഗിയായി പിരിച്ചയക്കുകയും ചെയ്യുക. ഇതാണ് ചില ആളുകൾ ചോദിക്കും, അതായത് ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് മാത്രമേ നടന്നിട്ടുള്ളൂ, പക്ഷെ അതിനുശേഷം അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായി അവർ വിവാഹമോചനം നടക്കുകയാണ്. അപ്പൊ എന്താണ് അതിന്റെ പിന്നെ ഹുക്കുമെന്ന് ചോദിക്കാറുണ്ട്. അതായത് അങ്ങനെ വിവാഹമോചനം നടക്കുമ്പം പിന്നീട് എന്തില്ല, പിന്നെ അവിടെ ഇദ്ദ പീരീഡ് ഇല്ല എന്നാണ്. ഒരുമിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ, ഇദ്ദ പീരീഡ് ഉള്ളൂ.
പിന്നെ അത് മാത്രമല്ല മത്താഹ് കൊടുത്തിട്ട് അവരെ പിരിച്ചയക്കാവുന്നതാണ്. അതായത് അവർക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുത്തുകൊണ്ട് അവർക്ക് ഭംഗിയായിട്ട് അവരെ പിരിച്ചയക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ. നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളിൽ നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പിതൃവ്യന്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീയെ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ ഇത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഓക്കെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യാൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ അതിനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. ഇത് വേറൊരാൾക്കും ഈ ഒരു നിയമം ഇല്ല എന്നുള്ളതും മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹർ കൊടുത്തുകൊണ്ട് സ്വീകരിച്ച സ്ത്രീകൾ, ഓക്കെ, അവരെ ഭാര്യമാര്, പിന്നെ അതുപോലെ തന്നെ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയ മുതലുകൾ അതിലെ സ്ത്രീകൾ പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെയും നിങ്ങൾക്ക് അടിമ സ്ത്രീകളാണെങ്കിൽ അവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. പിതൃവ്യന്മാര്, അമ്മാവന്മാര്, അമ്മായിമാര്, ഇളയമ്മ, മൂത്തമ്മ എന്നിവരുടെ പെൺമക്കള്, അതായത് നമ്മുടെ കുടുംബത്തില് പറയില്ല മച്ചുൻ, എന്താ, പിന്നെ കുടുംബത്തില് പിന്നെ അമ്മാവിന്റെ മകള്, അമ്മായിന്റെ മകള്, അവരൊക്കെ നമുക്ക് വിവാഹം കഴിക്കാവുന്നതാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച സ്ത്രീകളിൽ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്റെ ദേഹം അങ്ങേക്ക് ഞാൻ ദാനം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് അവര് വിവാഹം കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം എന്നുള്ളതാണ്. ഓക്കെ. ഇത് വേറെ ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം 4 സ്ത്രീകളെല്ലാം അപ്പുറത്തേക്ക് ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ അനുവാദം ഇസ്ലാം കൊടുത്തിട്ടില്ല. ഓക്കെ. അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിക്ക ഭാര്യമാർക്കും 12.5 റുഖിയയായിരുന്നു മഹർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. 12 റുഖിയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിവാഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത് പിന്നെ അബീസിനിയയിലെ നജാഷി രാജാവിന്റെ മുഖാന്തരമാണ് ഉണ്ടായത്. ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അദ്ദേഹം 400 ദിനാർ പൊൻപണം മഹർ കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ. അതേസമയം സഫിയ റളിയല്ലാഹു അൻഹയും അതുപോലെ ജുവൈരിയ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് മഹർ കൊടുത്തിട്ടില്ല. അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും അടിമ സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടിമത്തിൽ നിന്ന് മോചിപ്പിക്കലായിരുന്നു അവർക്ക് കൊടുത്ത മഹർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇത്രയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിൽ 3 ആളുകളുടേതാണ് പിന്നെ മഹറിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ 12.5 റുഖിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ കൊടുത്തത് എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അടിമ സ്ത്രീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തു എന്നുള്ളതിനാണ് മാരിയ മാരിയത്ത് റളിയല്ലാഹു അൻഹയെ അടിമ സ്ത്രീയായിരുന്നു. അവരിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നത്. പക്ഷെ അവര് പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഓക്കെ. ഇത് ഈ മാരിയ റളിയല്ലാഹു അൻഹ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും പിന്നെ മുഖൗലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിന്റെ അടിമയായിരുന്നു എന്നാണ്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായിട്ട് അയച്ചു കൊടുത്തതാണ് എന്നാണ്. ഒക്കെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരിൽ മാത്രമാണ് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്, അതായത് ഇബ്രാഹിം എന്നുള്ള മകന് ജനിക്കുന്നത്. ഒക്കെ. ഇതൊക്കെ ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷമായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വീകരിച്ചു എന്നത് ഈ സൂറത്ത് അനുസരിച്ചാണ്, ഈ സൂറത്തിലെ ഈ ആയത്ത് അനുസരിച്ചാണ് അവരെ സ്വീകരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അതുപോലെ നമ്മളെ നാടുകളിലൊക്കെ ചില ആളുകൾ കുടുംബങ്ങളിൽ നിന്നും വിവാഹം കഴിക്കൂല. കാരണം
വിവാഹം കഴിക്കുന്നതൊക്കെ ശരിയായ രീതിയല്ല എന്നുള്ളതൊക്കെയാണ് പറയാറ്. പക്ഷെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ച് തന്നിട്ടുള്ളത് തന്നെയാണ്. കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്, അമ്മാമാരെ മക്കളെയും അമ്മായിമാരെ മക്കളെയൊക്കെ വിവാഹം കഴിക്കാം എന്നുള്ളത് നമ്മളിവിടെ പഠിപ്പിക്കുകയും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഓക്കെ, സഹോദരി സഹോദരങ്ങളെ നേരിട്ടാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്തത്. അവരുടെ മക്കളെ തമ്മിലുള്ള വിവാഹങ്ങൾ നമുക്ക് അനുവദനീയമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഭാഗത്തുള്ളതൊക്കെ. ഇൻഷാ അല്ലാഹ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ, അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താൻ, നീ ഉദ്ദേശിക്കുന്നവരെ നിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്യാം. നീ മാറ്റി നിർത്തുന്നവരിൽ നിന്ന് വല്ലവരെയും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് കുറ്റമില്ല. അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും അവർ ദുഃഖിക്കാതിരിക്കുവാനും നീ അവർക്ക് നൽകിയതിൽ അവരെല്ലാം തൃപ്തി അടയുവാനും ഏറ്റവും അനുയോജ്യമായ മാർഗമാകുന്നു അത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നു. അള്ളാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു. ഓക്കെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദിച്ചു കൊടുത്താണ്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, അല്ലാതെ എല്ലാ അടിമ പെണ്ണുങ്ങളെയും വിവാഹം കഴിക്കാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ എന്താണോ നിനക്ക് ഹൈറായിട്ടുള്ളത് അത് നീ ചെയ്തുകൊള്ളുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു ഇളവ് മാത്രമാണത്. അതുകൊണ്ടാണല്ലോ ആ ഒരു അടിമയെ അന്നത്തെ കാലഘട്ടങ്ങളിൽ അടിമകളെ ആയിരുന്നു സമ്മാനങ്ങളായിട്ട് കൊടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടിമകൾ അടുത്ത് വരുമ്പോൾ പിന്നെ അതോട് കൂടിയിട്ട് എന്താവാണ്, അവരും കൂടി പോറ്റി വളർത്തേണ്ട ഒരു ആവശ്യം വരികയാണ് അല്ലെ അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ആവുമ്പോൾ എന്താവും, അവരുടെ അടിമത്തത്തിൽ നിന്ന് അവർ മോചനം നേടും. അവരൊരു സ്വതന്ത്ര സ്ത്രീയായിട്ട് അവർക്ക് ജീവിക്കുകയും ചെയ്യാം. അവർക്ക് നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് അവർക്കും ആളുകളുടെ ഇടയിൽ തന്നെ ഉന്നതമായ പദവിയിൽ അവർക്ക് ജീവിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, അവർ അടിമകളാണ് അല്ലെ. അടിമകളെ അറിയാലോ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അടിമകളൊക്കെ വസ്ത്രം പോലും ധരിക്കാതെ ജനങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. ഒക്കെ അടിമ സ്ത്രീകളൊക്കെ വസ്ത്രം ധരിക്കാതൊക്കെ ജനങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കുക, ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് മുന്നിൽ കാണിക്കുക ഒക്കെ ചെയ്തിരുന്ന അത്രയും നീചത്വം നടന്നിരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിന് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക വഴി അവർ ശരിക്കും ജീവിതത്തിൽ സമാധാനം അടയുന്ന, ജീവിതം സന്തോഷം ഉന്നതമായ നിലവാരത്തിൽ അവർ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവര് തൃപ്തിപ്പെട്ടതായിരുന്നു, അവർക്കത് ഹൈറായിരുന്നു ശരിക്കും. അടിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാസ്ഥാനം എന്ന് പറയുന്നത് അവർക്കൊക്കെ ഏറ്റവും ഹൈറായിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യങ്ങൾ ഒരുപാട് അങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാര് ഓരോ സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതും അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരുമ്പോൾ സ്ത്രീകളെ വീണ്ടും അനാഥത്വത്തിലേക്കും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ വ്യഭിചാരത്തിലേക്കൊന്നും പോകാതിരിക്കാനും സ്ത്രീകളെ സംരക്ഷിച്ചു നിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വിവാഹങ്ങളും നടന്നിട്ടുള്ളത്. പല വിവാഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരമാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊന്നും നമുക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനോ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനത് ചെയ്തു എന്ന് ചോദിക്കാനോ ചർച്ചകളിൽ പോയിരുന്ന് കണ്ട് ഇസ്ലാമിനെ താറടിക്കാനൊന്നും പാടുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരെയും ഒരുപോലെ പരിഗണിച്ചു എന്നുള്ളതിന്റെ ഒരു ഹദീസ് ഉണ്ട്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർക്കിടയിൽ ദിവസങ്ങൾ ഭാഗിക്കുകയും അതിൽ നീതി പാലിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവിടുന്ന് ഇങ്ങനെ പറയുമായിരുന്നു, അള്ളാഹു എന്റെ അധീനത്തിൽപ്പെട്ട കാര്യത്തിലുള്ള എന്റെ പ്രവൃത്തിയാണിത്. നിന്റെ അധീനത്തിലുള്ളതും നിന്റെ അധീനത്തിലില്ലാത്തതും എന്റെ അധീനത്തിലില്ലാത്തതുമായ കാര്യത്തിൽ നീ എന്നെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഭാര്യമാരുണ്ടായിട്ടും അവർക്ക് ദിവസങ്ങൾ വീതിച്ചു കൊടുക്കുകയും എല്ലാവരോടും തുല്യനീതി പുലർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നുള്ള അധിക ഭാര്യമാരും മുമ്പ് വിവാഹം കഴിഞ്ഞു പോയവരായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കളെ പോലെ അവരെ ഒക്കെ ദത്തെടുക്കുകയും അവരെ പോറ്റി വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി വിട്ടുകയോ അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും തുല്യ നീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നീതി പുലർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നിന്റെ അധീനത്തിലാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിയോടുള്ള സ്നേഹം അത് മറ്റുള്ള ഭാര്യമാരെക്കാളൊക്കെ ഉയരത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെ തടുക്കാൻ എനിക്ക് കഴിയുന്നില്ല റബ്ബേ എന്ന്. അതായത് ചില ഭാര്യമാരോടുള്ള സ്നേഹം അത് എല്ലാവരോടും തോന്നാൻ സാധ്യതയില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും സൂക്ഷ്മത പാലിച്ച റസൂലിൻ്റെ ഭാര്യമാരായിരുന്നു ഇവരൊക്കെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും അതിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കിട്ടിയ എന്നുള്ളതായിരുന്നു അവർക്ക് ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ചൊരു ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ കഴിയുക എന്നുള്ളതിനേക്കാളും ആ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി റസൂലിന്റെ ഭാര്യ എന്നുള്ള സ്ഥാനത്തേക്ക് അവർ ഉയർന്നു എന്നുള്ളതായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. അതിൽ ഒരൊറ്റ ഭാര്യയുമായിട്ടുള്ളതാണ് വിവാഹമോചനം നടന്നതായിട്ട് പറയപ്പെടുന്നത്. അള്ളാഹുവാലും അത് പിന്നെ അവരുടെ തൃപ്തിയില്ലാതെ ആയിരുന്നു പിന്നെ അതായത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ അടിമകളെയും വിവാഹം കഴിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഒരു അടിമയായിരുന്നു. അടിമയല്ല, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ അവരെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയും അങ്ങനെ വിവാഹത്തിന് നിക്കാഹിന് ഒരു രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അള്ളാഹു സൂക്ഷിക്കുക എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇറങ്ങി വരികയും സഹാബികളെടുത്ത് അവരെ നല്ല രീതിയിൽ പിരിച്ചയക്കാൻ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹമോചനം നടത്തിയതായിട്ട് പറയപ്പെടുന്ന ഒരൊറ്റ ഒരു കാര്യം. ബാക്കി എല്ലാ സ്ത്രീകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ചത് തൃപ്തിയോട് കൂടിയിട്ടായിരുന്നു. അവരൊക്കെ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുകയും അവരൊക്കെ പിടിച്ചുകൊണ്ടുവരികയും അവർ യുദ്ധത്തിൽ പിടിക്കപ്പെടുമ്പോൾ അവരൊക്കെ ഭാര്യമാരെ ആക്കിയിട്ട് അവരെ പ്രയാസപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ശരിക്കും അതൊരു ഹൈറുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അത് നടപ്പിലാക്കിയതോട് കൂടിയിട്ട് സംഭവിച്ചതൊക്കെ ഇത് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, കാരണം ഖുർആനിൽ ആയത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് അറിയുള്ളൂ. ഓക്കെ. പക്ഷെ അത് അല്ലാതെ കഥകളായിട്ട് അവർക്ക് ശരിക്കും കറക്റ്റായിട്ട് അവരുടെ ജീവിതത്തിൽ നടന്നു പോയ കാര്യങ്ങൾ ഹദീസുകളിലൂടെയാണ് അറിയുന്നത്. പക്ഷെ പല ആളുകൾക്കും ഹദീസുകൾ ശരിക്കും വ്യാഖ്യാനിക്കാൻ അറിയാത്തതും ഹദീസുകൾ പലർക്കും അറിയാത്തത് കൊണ്ടും അത് അറബി ഭാഷയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഖുർആന്റെ മാതിരി എല്ലാതും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടല്ല. ഒരുപാട് ഹദീസുകൾ ഇപ്പോഴും അറബിയിൽ തന്നെയാണുള്ളത്. മലയാളികൾക്ക് ഒന്നും ശരിക്കും അറിയുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഉള്ള അറിവ് വെച്ചിട്ട് ഒരു ഹദീസ് കിട്ടുമ്പോൾ ആ ഹദീസ് വെച്ചിട്ട് പലതും വ്യാഖ്യാനിക്കുകയും എന്നിട്ട് അത് അമലാക്കുകയും അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു ഹദീസ് കിട്ടും. ആ ഹദീസ് കിട്ടുമ്പോൾ ആ ഹദീസിനെ പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയും, കാരണം ഓൾറെഡി അവർ ഈ ഒരു ഹദീസ് വെച്ചിട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുകയും ആളുകളെ മുന്നിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ഹദീസ് പഠിക്കും. ആ ഹദീസ് പഠിക്കുമ്പോഴാണ് അതല്ലാത്ത വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ അതിനെ തള്ളിപ്പറയും. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാളികളായ ഒരുപാട് പണ്ഡിതന്മാര് അങ്ങനെ പിന്നെ തള്ളിപ്പറയുകയും ചില ഹദീസുകളെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അറിയാം. പക്ഷെ അവര് ഓൾറെഡി കുറെ പ്രസംഗിച്ച് ഒരു ഹദീസിനെ വെച്ചിട്ട് ഒരു കുറെ മറ്റുള്ളവരൊക്കെ എന്താക്കി ദുൽമിലാക്കുകയും മറ്റുള്ളവരൊക്കെ പിന്നെ പിന്നെ ദീനിൽ നിന്ന് പുറത്തു പോയതാണെന്ന് പറയുകയും അവരൊക്കെ പിന്നെ അടിച്ചാക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് വേറൊരു ഹദീസ് അവർ പഠിക്കുന്നതോട് കൂടിയിട്ട് അവർ എന്ത് വേണം, അവർ പഴയത് പറഞ്ഞതൊക്കെ കളവാണെന്ന് ആയിത്തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് സ്വയം ഒരു അതിനേക്കാളും വലിയൊരു പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ദുൽമുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല പല വേരിയേഷൻസ് ആയിട്ട്, അതായത് പിന്നെ ജിന്നൂരികൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. പല ആളുകളെ പറ്റിയിട്ട് പറഞ്ഞു ഉണ്ടാക്കുന്നത് കാണാം. അപ്പം ഇതൊക്കെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഹദീസ് മാത്രം വെച്ചിട്ട് അവര് പിന്നെ എന്താക്കി, അവര് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. നമുക്ക് അറിയാത്ത എത്രയോ ഹദീസുകളുണ്ട്, നമ്മൾ പഠിക്കാത്ത എത്രയോ ഹദീസുകളുണ്ട്. എല്ലാ ഹദീസും ഒരുവിധം ഹദീസുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇതുപോലെ പ്രസംഗങ്ങൾ നടത്തി അവരാണോ തെറ്റ് ഇവരാണോ തെറ്റ് എന്നൊക്കെ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം നമ്മൾ ഒരാളെയും എന്താക്കാൻ പറയില്ല, നമ്മൾ ദീനിൽ പൂർണ്ണത നേടിയിട്ടില്ല. നമ്മൾ ആരും പൂർണ്ണത നേടിയിട്ടില്ല. അങ്ങനെ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹദീസുകൾ ഒരു നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിയപ്പെട്ടിട്ടുള്ള എല്ലാ ഹദീസുകളും ഫസ്റ്റ് നമ്മൾ പഠിക്കണം.
അത് പഠനം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ കയറി പ്രസംഗിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ അത് ശരിയായ രീതിയിൽ അത് എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ പെടും. കാരണം അതിനുശേഷം വേറെ ഹദീസുകൾ ഉണ്ടാവും. ആ ഹദീസ് നമ്മൾ പിന്നെ കുറെ കഴിഞ്ഞ് പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒരാളെ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതായിട്ടും അവരെ കുറിച്ചിട്ട് ഒരു സമൂഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ പലതരത്തിലും ഇസ്ലാമിൽ തന്നെ ഉള്ളവരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജഡ്ജ് ചെയ്യുകയും അവരെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നീട് അതല്ല വേറൊന്നുണ്ട്, വേറെ ഹദീസ് കൊണ്ട് അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് പിന്നീട് കളവ് പറയേണ്ട അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദീനിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ പിന്നെ ഒരു സഭയിലൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പം ഇതാണ് ശരി, ഇത് മാത്രമേ ഉള്ളൂ ശരി എന്നൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹയറായിട്ടുള്ളത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമുക്കറിയില്ല, അറിവില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരാളെയും ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ സംസാരങ്ങൾ നടത്തുന്നതായിരിക്കും ഏറ്റവും ഹയറായിട്ടുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത്രയും സ്ത്രീകളൊക്കെ നിനക്ക് അധീനപ്പെടുത്താം, നിനക്ക് വിവാഹം കഴിക്കാം, നിനക്ക് വേണമെങ്കിൽ പിരിച്ചയക്കാം, അടിമയായിട്ട് നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ അവരെ സ്വീകരിക്കാം അല്ലെങ്കിൽ പിരിച്ചയക്കാം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇനി നിനക്ക് വേറൊരു വിവാഹം അല്ലെങ്കിൽ വേറെ സ്ത്രീയെ വിവാഹം കഴിക്കാൻ അനുവദനീയമല്ല. ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല. അതായത് ഒരു ഭാര്യ മരിച്ചു, എന്നാ അടുത്ത ഭാര്യന് ഒരു പെണ്ണ് വേറെ അടുത്തതിന് വിവാഹം കഴിക്കാം, അതും സ്വീകരിക്കാൻ പാടുള്ളതല്ല. അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിപ്പിച്ചാലും ശരി. നിനക്ക് ചിലപ്പം അടിമകളൊക്കെ ആയിട്ട് സ്ത്രീകൾ വരുമ്പം അവരെ ചിലപ്പം വിവാഹം കഴിക്കാനൊക്കെ തോന്നും. അപ്പം പിന്നെ അടിമകളായിട്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൊക്കെ തടവുള്ളിൽ പിടിപ്പിക്കുമല്ലോ. അപ്പം അവർക്ക് ചിലപ്പം അന്നത്തെ ആ നാട്ടിലെ പ്രമാണിമാരുടെ, അതായത് ഒരു നാട്ടിലെ ഒരു പിന്നെ ഒരു സമൂഹത്തിന് നേരിട്ട് യുദ്ധം നടക്കുന്നതോട് കൂടിയിട്ട് ആ നാട്ടിലെ പ്രമാണിമാരുടെ ഭാര്യമാര് അല്ലെങ്കിൽ മക്കളൊക്കെ ആയിരിക്കും യുദ്ധത്തിൽ തടവിൽ പിടിക്കുന്നത്. കാരണം സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിലെ യുദ്ധത്തിന്റെ നീതിയാണ്, നിയമമാണ്. സ്ത്രീകളോടും കുട്ടികളോടും ഒന്നും ചെയ്യാൻ പാടില്ല. പുരുഷന്മാരെ മാത്രമേ കൊല്ലാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും അനാഥരാവുകയാണ്. അപ്പൊ അവര് തടവുകാരായിട്ട് വരുമ്പം അവര് ചിലപ്പം പിന്നെ വലിയ വലിയ രാജാക്കന്മാരെ ഭാര്യമാര് മക്കളും ഒക്കെ ആയിരിക്കും. അപ്പൊ അവരെ ഈ സഹാബികൾ വിവാഹം കഴിക്കുന്നത് അവരൊരു താഴ്ന്ന ഒരു ലെവലിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നതിനേക്കാളും ഹൈറായിട്ടുള്ളത് ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതായിരിക്കും. അപ്പൊ സഹാബികൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് പല പിന്നെ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനൊക്കെ കാരണമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം കഴിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുള്ളവരാണ് കുറെ അടിമ സ്ത്രീകളുടെ കഥകളൊക്കെ അങ്ങനെയാണുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ യുദ്ധത്തിൽ വന്ന പിന്നെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് നേരത്തെ പറഞ്ഞത്, അവരൊക്കെ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിലേക്ക് വന്നവരാണ്. അപ്പൊ ഇനി അവരുടെ സൗന്ദര്യം നിനക്ക് എത്ര കൗതുകം തോന്നിപ്പിച്ചാലും ശരി, അതായത് ഇനി ഇതിന് ശേഷം നിനക്ക് വേറെ വിവാഹം ഇല്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയവർ അടിമ സ്ത്രീകളോട്, അതായത് നിനക്ക് ഇനി അടിമ സ്ത്രീകളെ നിന്നിലേക്ക് വരികയാണെങ്കിൽ അവരെ നീ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് പിന്നെ അവരെ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് വിവാഹം ചെയ്യും. ബാക്കിയുള്ളതൊന്നും നിനക്ക് ഇനി അനുവദനീയമല്ല. സ്വതന്ത്രരായ ഒരു സ്ത്രീയെയും നിനക്ക് ഇനി വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല എന്ന് അള്ളാഹു എല്ലാ കാര്യത്തിനും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ഭക്ഷണത്തിന് നിങ്ങൾ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. അത് ഭക്ഷണ ഭാഗമാകുന്നത് എന്ന് നിങ്ങൾ നോക്കി നിൽക്കുകയും വരുത്. നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുകയും ചെയ്യുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാകുകയും ചെയ്യരുത്. തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു. സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല. നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൂതന് ശല്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല. അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അള്ളാഹുവിൽ ഗൗരവമുള്ള കാര്യമാകുന്നു. അതായത് സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം ആരും വിവാഹം കഴിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൂടാതെ എന്താണ്, അവരെ ശല്യപ്പെടുത്താൻ പാടില്ല. അതായത് ഈ ഒരു ഇത് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. ഓക്കെ. അങ്ങനെ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തു. ഓക്കെ. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചെങ്കിലും അവര് എഴുന്നേറ്റ് പോകുന്നില്ലാന്ന്. അതായത് കാരണം വീട് എന്ന് പറയുന്നത് ചെറിയ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുടിലാണ്. അപ്പൊ അവർക്ക് ഒരു മറയേ ഉണ്ടാവുള്ളൂ. വീട്ടിന്റെ വാതിലെന്ന് പറയുന്നത് ശരിക്കും ഒരു മറ പോലെ ആയിരിക്കും. ഒരു പിന്നെ കർട്ടൻ ഇട്ട പോലെ ആയിരിക്കും അവരുടെ വാതിൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പുറത്ത് നിന്നിട്ട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇവര് പോകാതെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അവിടുന്ന് എഴുന്നേറ്റ് പോയിന്ന്. അങ്ങനെ അപ്പൊ 3 പേര് അവിടുന്ന് എഴുന്നേറ്റ് പോയി. പക്ഷെ 3 പേര് അവിടെ തന്നെ നിന്നു എന്നാണ്. ഓക്കെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അങ്ങനെ അവര് പോകാൻ വേണ്ടിയിട്ട് അവര് പോയില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴും അവർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അനസ് റളിയല്ലാഹു അൻഹു ആണ് ട്ടോ ഇത് പറയുന്ന അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സഹായിയായിട്ട് ചെറുപ്പം മുതലേ വന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നീട് അദ്ദേഹം വലുതാവുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കഥകളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പം പിന്നെ ഈ ആയത്ത് അവതരിക്കുകയാണ് ചെയ്തത്. ആളുകൾ ഇറങ്ങിപ്പോകാതിരിക്കുമ്പോൾ ഇരുന്നപ്പോൾ ഈ ആയത്ത് അവതരിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് 10 വയസ്സ് പ്രായത്തിൽ തന്നെ ഉമ്മ കൂട്ടിക്കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ് അനസ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഓക്കെ. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെയും വിശ്വസ്തനായ ഒരു ഭൃത്യനും വീട്ടിലെ ഒരു അംഗവും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ അനസ് റളിയല്ലാഹു അൻഹുവിന് അറിയുമായിരുന്നു എന്നാണ്. ഓക്കെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീട്ടിന്റെ ഉള്ളില് ഭാര്യമാരെ അതിനു മുമ്പ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പർദ്ദ സമ്പ്രദായം വന്നതോട് കൂടിയിട്ട് അദ്ദേഹം പിന്നീട് ഭാര്യമാരെ ആരെയും കണ്ടിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ആരെയും അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നു എന്നാണൊക്കെ. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ അവര് ഭക്ഷണം വെക്കുന്നതൊക്കെ നോക്കിയിരിക്കുക. അവരുടെ അടുത്ത് പിന്നെ പോയി നിൽക്കുക, ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. അവരോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഭാര്യമാരോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ മറക്ക് പിന്നിൽ നിന്നിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പിന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ. അതായത് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ പിന്നെ സ്ത്രീകള് പിന്നെ ഒന്നായിട്ട് മറിഞ്ഞിരിക്കണം എന്നുള്ളത് ആഗ്രഹിച്ച ഒരാളായിരുന്നു എന്നാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ പിന്നെ ആയത്തിറങ്ങിയതോട് കൂടിയിട്ട് ആണ് ഇത് ശരിക്കും ഇസ്ലാമിൽ നടപ്പിലായത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്ന വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുത്തില്ല എന്നാണ്. സ്ത്രീകൾ മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുത്തില്ല. പിന്നീട് ഇപ്പൊ ഈ ഒരു മറിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു ആയത്ത് വന്നതിന് ശേഷം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തൃപ്തിപ്പെട്ടത് എന്നുള്ളതാണ്. ഓക്കെ. അതായത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, റസൂലെ, അങ്ങയുടെ അടുക്കൽ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും പ്രവേശിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് വിശ്വാസികളുടെ മാതാക്കളോട് അങ്ങയുടെ ഭാര്യമാരോട് പിന്നെ മറഞ്ഞിരിക്കാൻ, അതായത് പർദ്ദ സ്വീകരിക്കാൻ അങ്ങ് കൽപ്പിച്ചിരുന്നെങ്കിൽ. ഇതിൽ പർദ്ദ എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഇതാണ് കേട്ടോ. പക്ഷെ ഒന്നായിട്ട് മറിഞ്ഞിരിക്കാനാണ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയും. അങ്ങനെ പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ്. പിന്നീട് അള്ളാഹു ഈ കൽപ്പന വന്നതിന് ശേഷമാണ് അങ്ങനെ ആയത് എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഹിജ്റ 5-ാം കൊല്ലം ദുൽഖഅദ് മാസത്തില് പിന്നെ ജഹ്ഷിന്റെ മകൾ സൈനബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ആ വിവാഹ സദ്യ കഴിഞ്ഞ രാവിലെ പർദ്ദയുടെ ഈ വചനം അവതരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറയുന്നു, പ്രവേശനത്തിന് സമ്മതം ചോദിക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ കണ്ണിന്റെ നോട്ടത്തിന്റെ കാരണത്താലാകുന്നു. അതായത് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ പ്രവേശനം ചോദിക്കാൻ
ആവശ്യപ്പെട്ടതിന്റെ കാരണം തന്നെ കണ്ണിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്ത്രീകൾ മറഞ്ഞിരിക്കാനും അന്യ പുരുഷന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവര് മുന്നിലേക്ക് വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സമ്മതം ചോദിച്ചിട്ട് കയറി വരണം എന്ന് പറഞ്ഞത് എന്നാണ്. കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാണ്, ചെവികളുടെ വ്യഭിചാരം കേൾക്കൽ ശ്രവിക്കലാണ്, നാവിന്റെ വ്യഭിചാരം സംസാരിക്കലാണ്, കയ്യിന്റെ വ്യഭിചാരം സ്പർശിക്കലാണ്, കാലിന്റെ വ്യഭിചാരം കാലടി വെക്കലാണ്, നടന്നു ചെല്ലലാണ്, ഹൃദയം ഇച്ഛിക്കുകയും മോഹിക്കുകയും ചെയ്യുന്നു, ജനനേന്ദ്രിയം അതിനെ യാഥാർത്ഥ്യമാക്കുകയോ കളവാക്കുകയോ ചെയ്യും. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നമ്മള് ഒരു എന്താ പറയാ, നമ്മൾ ഈ വ്യഭിചാരത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് സ്ലോ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, വ്യഭിചാരം എന്ന് പറയുന്നത് അത് ഒരു പെട്ടെന്നൊരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. അത് എപ്പോഴും എന്താണ്, അത് സ്ലോ പ്രോസസ്സിങ്ങിലുള്ള ഇബ്ലീസിന്റെ ഷെറാണ്. ചില കാര്യങ്ങൾ സ്ലോ പ്രോസസ്സിങ്ങിലാണ് ഇബ്ലീസ് ചെയ്യുക. അപ്പം നമ്മളോട് നമസ്കാരം പിന്തിക്കുന്നത് അത് സ്ലോ പ്രോസസ്സിങ്ങിലുള്ള ഇബ്ലീസിന്റെ ഷെറാണ്. അതായത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അത് ഇബ്ലീസ് നമ്മളെ ആ ഒരു സ്ലോ പ്രോസസ്സിങ്ങിലൂടെ ആ ഒരു ഇബാദത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സ്ലോ പ്രോസസ്സിങ്ങിലൂടെ ഒരു വ്യഭിചാരത്തിലേക്കാണ് നയിക്കുന്നത്. അത് ആദ്യം നോക്കലായിരിക്കും, അല്ലെങ്കിൽ ഫോണിലൂടെ ശബ്ദം കേൾക്കലായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വരുമ്പോൾ കാണലായിരിക്കും, പിന്നെ അടുത്തതായിരിക്കും, പിന്നെ അടുത്തതായിരിക്കും, പിന്നെ അടുത്തേക്ക് ചെല്ലലായിരിക്കും. അങ്ങനെ ഓരോന്നും സ്ലോ പ്രോസസ്സിങ്ങിലൂടെ നടക്കുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്നാണ്. അതായത് അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു ചിന്ത പോലും വരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നാണ്. അത് പിന്നീട് ഒരു വലിയൊരു തിന്മയിലേക്ക് അത് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വേറെ ആർക്കും വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൂടി ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മമാരാണ് അവരെ ഉമ്മമാരാർക്കും വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരോട് നല്ല രീതിയിൽ അവരോട് ബഹുമാനത്തോടു കൂടി പെരുമാറുക എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ അടുക്കല് ഏറ്റവും വലിയ കാര്യമാണ് എന്നുള്ളതാണ് ഇത് കൊണ്ട് പഠിപ്പിക്കുന്നതൊക്കെ. ഇങ്ങനെയാണ് ഇസ്ലാമില് ഈ മറഞ്ഞിരിക്കുക എന്നുള്ള രീതിയിൽ നിന്നാണ് എന്ത് വന്നത്, പർദ്ദ സമ്പ്രദായം വന്നത്. ഓക്കെ, മറഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൗന്ദര്യം മറ്റുള്ളവരെ കാണിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളായാലും സൗന്ദര്യം മറ്റുള്ളവരെ കാണിക്കാതിരിക്കാനുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. സൗന്ദര്യം കാണിക്കുന്ന വസ്ത്രമല്ല, സൗന്ദര്യം കാണിക്കാതിരിക്കാനുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതൊക്കെ. ഇതാണ് പർദ്ദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ തന്റെ സൗന്ദര്യം കാണിക്കാതിരിക്കാവുന്ന രീതിയിൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾക്കത് മതി. ഓക്കെ, അള്ളാഹുവിനെയാണ് അവർ ബോധ്യപ്പെടുത്തുന്നത്, ജനങ്ങളെയല്ല. ജനങ്ങള് പർദ്ദ തന്നെ ധരിച്ചാൽ മാത്രമേ അതൊരു ഇതാവുള്ളൂ, ആവുള്ളൂ എന്നൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവളോട് മറഞ്ഞിരിക്കാനാണ്. ആ മറഞ്ഞിരിക്കല് അവൾ ശരിയായ രീതിയിൽ പൂർത്തിയാക്കിയാൽ അവൾക്കത് മതിയാവും. അള്ളാഹിന്റെ മുമ്പിലാണ് അവൾ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലാതെ ജനങ്ങളെ മുന്നിലല്ല. ജനങ്ങൾക്കല്ല അവള് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ മുസ്ലിമാണ്, ഞാനിതാ പർദ്ദ ധരിച്ചു, അതോട് കൂടിയിട്ടാണ് ഇനി മുതലാണ് ഞാൻ മുസ്ലിം ആയത്. അങ്ങനെയല്ല ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളിൽ നിന്ന് സ്ത്രീകള് സൗന്ദര്യത്തെ മറച്ചു പിടിക്കുക. ആ മറച്ചു പിടിക്കുന്ന ഏതൊക്കെ തരത്തിലാണോ അതൊക്കെ എന്താണ്, ഇസ്ലാം തൃപ്തിപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, അള്ളാഹ് തൃപ്തിപ്പെട്ടതാണ്. ജനങ്ങളുടെ കാര്യത്തിൽ അറിയില്ല, അള്ളാഹു ആലം. അവര് വിചാരിച്ച രീതിയിൽ തന്നെ ആയാലും മാത്രമേ മറഞ്ഞിരിക്കലുള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന ഒരു തരം സാമൂഹിക വ്യവസ്ഥിതി ഇന്ന് നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളുടെ അവരുടെ ഹൃദയത്തിന്റെ കാര്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പോയി ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ സ്വയം നരകം വാങ്ങിച്ചു വെക്കാതിരിക്കുന്നതായിരിക്കും ഹൈറായിട്ടുള്ളത്. അവരും അള്ളാഹും തമ്മിലുള്ളത് അവർ തന്നെ തീർത്തോളും. നമ്മൾ അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മുടെ അമല് കൂടി അവർക്ക് കൊടുത്തുകൊണ്ട് നാളെ പരലോകത്ത് പാപ്പരായി പോകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്തുകയാണെങ്കിലും അത് മറച്ചു വെക്കുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു. ആ സ്ത്രീകൾക്ക് തങ്ങളുടെ പിതാക്കളുമായോ പുത്രന്മാരുമായോ സഹോദരന്മാരുമായോ സഹോദരപുത്രന്മാരുമായോ സഹോദരീ പുത്രന്മാരുമായോ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുമായോ തങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരുമായോ ഇടപഴകുന്നതിന് വിരോധമില്ല. നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. തീർച്ചയായും അള്ളാഹും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഈ ഒരു ആയത്താണ് എപ്പോഴും നമ്മള്
വെള്ളിയാഴ്ചകളിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിട്ടിയ പേരിൽ സലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്തായിട്ട് നമ്മൾ ഇപ്പോഴും കാണാറുള്ളതൊക്കെ അള്ളാഹും അവൻ്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകളും നിങ്ങൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാരുണ്യവും ശാന്തിയും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അതാണ് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ പറയുന്ന സലാത്ത്. സലാത്ത് ശരിക്കും ദുആ ആണ്. പലരും സലാത്തിനെ പല തരത്തിലാണ് വ്യാഖ്യാനിക്കാറുള്ളത്. നിങ്ങൾ അതിന്റെ അർത്ഥം ശരിക്കും പോയി വായിക്കണം. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ആ ദുആ നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഒരു നല്ല രീതിയിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ പ്രാവശ്യം തന്നെ പറയുന്നത് തന്നെ നമുക്ക് ഹൈറാണ്. പിന്നെ നമ്മൾ ഒരു ദിക്ർ ചെല്ലുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ നമ്മൾ സലാത്ത് ചെല്ലുന്നത് അതും അനുവദനീയമാണ്. പക്ഷെ നമ്മൾ അതിനെ പലതരത്തിലും പല വഴികളിലൂടെ തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ സലാത്ത് ചെല്ലുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിലുണ്ട്. പലരും എഴുതിയുണ്ടാക്കിയ പല പല കിതാബുകളിലുള്ള പല രീതിയിലുള്ള റിവായത്തുകളുമൊക്കെ ഓതുന്നത് കാണാം. അതിൽ പലതിലും ഷിർക്കിന്റെ അംശം കടന്നുകൂടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ ശക്തിയായിട്ട് കാണിച്ചുകൊണ്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പല ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ച ആളുകൾ പറയുന്നത് നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം സ്വീകരിക്കാൻ. പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള സലാത്തുകളൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണും. അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി നിർത്തുക. കാരണം നരകം ചോദിച്ചു വാങ്ങിക്കുന്ന രീതിയാണത്. അനാവശ്യമായിട്ട് ചോദിച്ചു വാങ്ങിക്കണം. പലരും നമ്മളെ കാര്യങ്ങൾ സാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ 100 വട്ടം 1000 വട്ടം 10000 വട്ടം 313 വട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പേരിലുള്ള സലാത്തുകളൊക്കെ പല പല കിതാബുകളിലൊക്കെ കാണാം. നമ്മൾ പലതും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഹയറായിട്ടുള്ളത്. നമുക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 റക്അത്ത് നല്ല ഒന്നെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ ഒരു ഹാജത്തിനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യങ്ങൾക്ക് പോയിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. ദുനിയാവും ആഖിറവും ഇല്ലാത്ത രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മളെ ഇടയിൽ വരാതിരിക്കാൻ പരമാവധി, പ്രത്യേകിച്ചും ഇബ്ലീസ് വന്നിട്ട് നമ്മളെ ഏറ്റവും വസ്വസിലാക്കുന്ന കാര്യം ഇവിടെയാണ്. അതായത് നമുക്ക് നമ്മളെ തിന്മകൾ പലതരത്തിലാണ്. ഒന്ന്, പെട്ടെന്ന് സംഭവിക്കുന്ന തിന്മകൾ, അതായത് ദേഷ്യപ്പെടുക, വസ്വസിട്ടുക. അതായത് നമ്മളിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ ഈ ഒരു സ്ഥലത്തേ ചെല്ലാൻ പാടുള്ളൂ എന്ന് പറയാണ്. അപ്പോത്തിന് നമുക്ക് ആ ഒരു സ്ഥലത്തും കൂടി ചെല്ലിയാൽ എന്താണ്, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക, കടത്തിക്കൂട്ടലാണ് എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും എന്നെക്കുറിച്ച്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹും അവൻ്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. നമ്മളോടും ദുആ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ആ ദുആ ചെയ്യുന്നത് അത് ഏത് തരത്തിലായാലും റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യാണ് ശരിക്കും സലാത്ത്. അതുകൊണ്ടാണ് നമ്മളെ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ഇബ്രാഹിം സലാത്ത് ചെല്ലുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന ദുആകൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. കാരണം ആകാശ കവാടങ്ങൾ നിങ്ങളുടെ ഏത് ദുആയും ആകാശത്തിന് മുകളിൽ തൂക്കിയിടപ്പെടുമെന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ടുള്ള സലാത്ത് കൊണ്ടല്ലാതെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ട് ശേഷമല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മുസ്ലിമിന് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അനുവാദമില്ല. നമുക്ക് നമ്മുടെ റസൂലിന് വേണ്ടിയിട്ട് ദുആ ചെയ്തതിന് ശേഷമല്ലാതെ നമുക്ക് നമ്മുടെ ഒരു റസൂലുള്ളാഹിന്റെ ഒരു ഉമ്മത്തിന് സ്വന്തമായിട്ട് ഒരു ദുആ ഇല്ല.
അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സലാത്തിന് അത്രയും പ്രാധാന്യം ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പ്രാധാന്യത്തിന് പല ആളുകളും ആ, ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലതരത്തിലും അത് ദുർവ്യാഖ്യാനം ചെയ്ത് ആ, സലാത്തിന് പല വഴിയിലൂടെയും അതിനെ വെട്ടി മാറ്റിയിട്ടും പല രീതിയിലും കൂട്ടിച്ചേർത്തിട്ടും പലതരത്തിലും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് പലതും എഴുതിയുണ്ടാക്കിയ കുറേ കാര്യങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാകുന്നുണ്ട്. അതിന്റെ അർത്ഥം ആർക്കും അറിയൂല്ല എന്നാണ്. അതിന്റെ അർത്ഥം കൂടി അവർ വെച്ചിട്ടായിരുന്നു ആര് എഴുതിയുണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അള്ളാഹിനോട് പറയാമായിരുന്നു. നമ്മൾ സലാത്ത് അള്ളാഹിനോട് ദുആ ചെയ്യാണ്, അത് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇതെന്താ സംഭവിച്ചു വെച്ചാല് ഇതിന്റെ അർത്ഥം ഒരൊറ്റൊന്നിനും അറിയില്ല. ഈ പറയുന്ന ഒരാൾക്കും അതിന്റെ ഒരർത്ഥവും അറിയില്ല. ശരിക്കും നിങ്ങൾ പോയിട്ട് അതിന്റെ അർത്ഥം അറിഞ്ഞതിന് ശേഷം അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ഈ കിതാബുകളിലൊക്കെ കാണുന്ന കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അതിൽ ചിലപ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ടാവും. റസൂലെ തരണേ എന്ന് പറയുന്ന വാക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിർക്കാണ് ചെയ്തത്. റസൂലിന് ഒരിക്കലും നമുക്കൊന്നും തരാനൊന്നും പറ്റില്ല. അള്ളാഹ്ക്കല്ലാതെ നമുക്കൊന്നും തരാൻ പറ്റില്ല. നമ്മൾ അള്ളാഹിനെ വിശ്വസിക്കുന്നുണ്ട്, അവന്റെ റസൂലിൽ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തൃപ്തിയാണ് നമ്മൾ അള്ളാഹിനോട് റസൂലിന് അള്ളാഹു ഞങ്ങൾക്ക് ഈ ദീൻ എത്തിച്ചു തന്ന, അള്ളാഹു നിന്നെ ഞങ്ങളിലേക്ക് എത്തിച്ചു തന്ന, ഞങ്ങളെ മനസ്സിലാക്കിച്ചു തന്ന ഞങ്ങളെ റസൂലിന് നീ അനുഗ്രഹം ചെയ്യണമേ എന്നാണ് ദുആ ചെയ്യുന്നത്. ആ ദുആ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതാണ് ഇബ്രാഹിമ സലാത്ത്. അപ്പൊ അതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള സലാത്ത്. പക്ഷെ അതിനുശേഷമുള്ള അഞ്ചോ ആറോ സലാത്തുകൾ ഹദീസുകളിലൊക്കെ കാണാം. അതൊക്കെ നിങ്ങൾക്ക് ചെല്ലാം. പക്ഷെ അതിലപ്പുറത്തേക്ക് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ടുള്ള സലാത്തുകളും ഇല്ലാത്ത ഇല്ലല്ലാ പാട്ട് പാടുക എന്ന് പറയില്ലേ, ഇല്ലാത്ത കഥകളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അതിനെ വളച്ചൊടിച്ചുകൊണ്ടും പലതരത്തിലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള സലാത്തുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല പല കിതാബുകളിൽ കാണാം. നിങ്ങൾ അതിന്റെ അർത്ഥം അറിയാതെ ഒരിക്കലും പറയരുത്. അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിർക്ക് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അറിയാതെ ഇബ്ലീസ് കൊണ്ടുവന്ന് വിട്ടുന്ന ഏറ്റവും വലിയൊരു ഫിത്തിനയാണത്. ആ ഫിത്തിനയിൽ പോയി പെടാതിരിക്കാൻ എല്ലാ മുസ്ലിങ്ങളും ശ്രദ്ധിക്കുക. എല്ലാവരും ഈ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളറിയാതെ നമ്മളെ മുകളിൽ കൊണ്ടുവന്നിടുന്ന ഫിത്തിനയാണത്. അതുകൊണ്ടാണ് പല ആളുകളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. അള്ളാഹുവിന് പകരം വേറൊന്നിനെ വെച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് ഉത്തരം തരൂല. അതുകൊണ്ടാണ് പല ആളുകളും എത്ര തന്നെ സലാത്ത് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടുന്നില്ല, എത്ര തന്നെ ഇബാദത്ത് ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല. ഷിർക്കിന്റെ അംശം എവിടെയോ പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഉത്തരം വരാത്തത്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ട് ഉത്തരം നൽകും. അള്ളാഹ് നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരണം. അതാണ് അള്ളാഹ്. ഉത്തരം വന്നിരിക്കണം. നമ്മൾ ചോദിച്ചാൽ ഉത്തരം വന്നിരിക്കണം. അതാണ് റബ്ബ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്നോട് തന്നെ ചോദിക്കണം. ഇതൊക്കെ അള്ളാഹ് എന്തിനാ പറഞ്ഞത്? ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ വെറുതെ ഒരു തമാശക്ക് വേണ്ടിയിട്ട് അള്ളാഹ് പറഞ്ഞ ഒരു ആയത്തൊന്നല്ലത്. അള്ളാഹ് തരും എന്ന് പറഞ്ഞാൽ അള്ളാഹ് തരും, അത് ഉറപ്പാണ്. പക്ഷെ അതിൽ നിങ്ങൾ ശിർക്ക് കലർത്തിയാല്, അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം മറ്റുള്ളവരെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളിൽ നിന്ന് തിരിഞ്ഞു കളയും. കാരണം അള്ളാഹ് ഉത്തരം തരാൻ പറ്റൂല അള്ളാഹ്ക്ക്. കാരണം എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ആ അടിമ മറ്റൊരാളെ ഇബാദത്ത് ചെയ്തിട്ട് അതിന് പകരമായിക്കൊണ്ട് ഇന്നയാളെ വെച്ചിട്ട് അന്നാളെ വെച്ചിട്ട് എനിക്ക് അള്ളാഹ് ഉത്തരം തരണേന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉത്തരം തരൂല. അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാഹ് അത്ര അത്ര നമ്മുടെ നമ്മുടെ വീട്ടിലെ പിന്നെ അയൽവാസിയല്ല അള്ളാഹ്. അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ശക്തിയാണ് അള്ളാഹ്. ആ ശക്തിയോടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആ ശക്തി നമ്മൾ ശരിക്കും നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ചോദിക്കാൻ. അല്ലാതെ നമ്മൾ ഇല്ലല്ലാ പാട്ടുകൾ പാടിയിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും നമ്മൾ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് കളിയാക്കി ചിരിക്കും. നമ്മൾ എത്ര തന്നെ കിടന്ന് നാവിട്ടലച്ചിട്ടും ആ നാവിട്ടലച്ചത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം അമലല്ല അത്. അത് അമലല്ല. അമലാവണം എന്നുണ്ടെങ്കിൽ അള്ളാഹു എൻ്റെ റസൂലും കൽപ്പിച്ച രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴേ അത് അമലാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെഴുതിണ്ടാക്കിയത് ഇവരെഴുതിണ്ടാക്കിയ കുറേ കാര്യങ്ങൾ പറയുന്നതോട് കൂട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഷിർക്ക് ചെയ്യാണ്, അവരെ വിശ്വസിക്കുകയാണ്. അവരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ല അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയാണ് വിശ്വസിക്കേണ്ടത്. അതനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ്, സമയം വെറുതെ നശിപ്പിക്കുകയാണ്. ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ അള്ള പറഞ്ഞ രീതിയിൽ തന്നെ ദുആ ചെയ്താലേ ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ, ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ഉത്തരം ചോദിച്ചു നോക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഈ ഇല്ലാത്ത കാര്യങ്ങളും ഒരുപാട് അവിടെയും ഇവിടെയും കണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അതൊക്കെ എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നല്ല മനസാന്നിധ്യത്തോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുക. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇബ്രാഹിം അസ്സലാത്ത് പഠിപ്പിച്ച അത് ചെല്ലുക. അത് ചെല്ലിയതിന് ശേഷം നല്ല മനസാന്നിധ്യത്തോട് കൂടിയിട്ട് അല്ലാഹുവേ, ഇതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ കൽപ്പിച്ച പ്രകാരം നിന്നോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ ഈ ആവശ്യം നീ എനിക്ക് പൂർത്തിയാക്കി തരണമേ. എൻ്റെ ഈ ആവശ്യം പൂർത്തിയാകാതെ കൊണ്ട് എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട് അല്ലാഹുവേ, അതുകൊണ്ട് ഒരു പ്രയാസം എനിക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നിനക്ക് ഏറ്റവും നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന, നിനക്ക് ഏറ്റവും താഴ്മ കാണിക്കുന്ന, നിനക്ക് വിനയപ്പെട്ട അടിമ തന്നെയായിരിക്കും ഞാൻ. ഇതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിനക്ക് ഞാൻ കൂടുതൽ ഇബാദത്ത് ചെയ്യും റബ്ബേ എന്ന് നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ആ കാര്യം ആ നിമിഷം ആ സമയത്ത് ആ സ്പോട്ടിൽ ആ കാര്യം നടപ്പിലാവും. അത് അള്ളയാണ്. ആ അള്ളാന്റെ അടുത്താണ് നമ്മൾ പോയി ചോദിച്ചത്. അള്ളാഹ് ഇബ്ലീസിന് വരെ ഉത്തരം കൊടുത്ത് അള്ളാഹ്. എന്നിട്ടാണോ നമ്മൾ ഒരു നല്ലൊരു അടിമ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ കിട്ടാതിരിക്കുന്നത്? ഇബ്ലീസിന് ഉത്തരം കൊടുത്തു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഉത്തരം കിട്ടുന്നതിനും പല കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു കുഞ്ഞിനെ വേണം എന്ന് പറയുന്നു, കുഞ്ഞിനെ വേണം, അള്ളാഹ് എനിക്ക് കുട്ടീനെ വേണം, കുട്ടീനെ വേണം, കുട്ടീനെ വേണം ദുആ ചെയ്യുന്നു. അതിനൊരു സബബുണ്ട്. ആണും പെണ്ണും ഇണ ചേരണം, അല്ലേ? അപ്പോഴേ ആ കുട്ടി ഉണ്ടാവുള്ളൂ. ഇണ ചേരാതെ അള്ളാഹ് എനിക്ക് കുട്ടി വേണം, കുട്ടി വേണം, കുട്ടി വേണം എന്ന് പറഞ്ഞിരുന്ന് എത്ര കൊല്ലക്കാലം നിങ്ങൾ ഇരുന്നാലും നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ല. അതിന് ആ സബബ് ചെയ്യണം. ആ സബബ് കഴിഞ്ഞ് അത് പൂർത്തിയായി കഴിഞ്ഞ് അതിനൊരു കാലാവധി ഉണ്ട്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ കഴിഞ്ഞ് അതൊരു സ്വാഭാവിക പ്രോസസ്സിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാ ദുആകളും അതിനൊരു സ്വാഭാവികമായിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് പൂർത്തിയാവുമ്പോഴേ നടക്കുള്ളൂ. നമുക്ക് കടം വീട്ടി കിട്ടണം, അള്ളാഹു എനിക്ക് കടം വീട്ടി തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. കടം ആ നിമിഷം വീടുകയല്ല ചെയ്യുക. നമുക്ക് ഒരു വഴി തുറക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല. ഭർത്താവിനോട് ജോലിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗമായിട്ടോ അള്ളാഹു തുറന്നു തരും. അല്ലെങ്കിൽ ഗൾഫ് പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി, അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ജോലിയായിട്ട് എന്തെങ്കിലും, നമുക്ക് അല്ലെങ്കിൽ ജീവിതമാർഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു 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 സ്പാർക്ക് വന്നു, നമുക്കൊരു ബിസിനസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു ലെവലിലൂടെ നമ്മൾ കടന്നു പോയതിന് ശേഷം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ കടം വീടുക എന്നുള്ളത്. അതിനൊരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. ദുആക്ക് നിർത്താൻ പാടില്ല. ദുആ നിർത്താത്ത ആ ക്ഷമയോട് കൂടിയിട്ട് ആ കാര്യത്തിന് നമ്മളിങ്ങനെ മുന്നിട്ട് പോകുമ്പോൾ ആ കടം അങ്ങനെ വീടും. അങ്ങനെയാണ് കടം വീടുന്നത്. അല്ലാതെ ഒരു രാവിലെ ദുആ ചെയ്ത് ഉച്ചക്ക് പിന്നെ വീട്ടിന്റെ ചുറ്റിലും നടക്കുമ്പോൾ പാമ്പ് കൊണ്ടുവന്ന് മാണിക്യമിട്ട് ആ മാണിക്യം കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ഞാൻ എൻ്റെ കടങ്ങൾ മുഴുവൻ ഇന്ന് രാത്രിയോട് കൂടി വീട്ടി. അത്ഭുതങ്ങളും അങ്ങനെയൊന്നും നടക്കൂല. അതൊക്കെ നിങ്ങളെ വ്യാമോഹങ്ങൾ മാത്രമാണ്. അതുപോലെ ലോട്ടറി ടിക്കറ്റ് എടുത്തു, നാളെ രാവിലെ 1 കോടി അടിച്ചു, അതോടുകൂടി എൻ്റെ കടങ്ങളൊക്കെ വീടി. അതൊക്കെ അതൊക്കെ വ്യാമോഹങ്ങൾ മാത്രമാണ്. ദുനിയാവില് അള്ള വെച്ച ഒരു സബബുണ്ട്. ആ സബബും ആ പ്രോസസ്സും ഉണ്ട്. അതുകൊണ്ടാണ് സമയം വെച്ചത്. സമയം ദുനിയാവിലേക്ക് വേണ്ടി മാത്രം വെച്ച ആ സബബ് അതേപോലെ നടപ്പിലാവുമ്പോഴേ അത് കാര്യം നടക്കുള്ളൂ. അതിനുള്ളൊരു ക്ഷമ നമ്മളെ ഉള്ളിൽ വേണം. കാരണം കട ഉണ്ടാക്കിയത് ഒരൊറ്റ ദിവസം കൊണ്ടല്ലല്ലോ കട ഉണ്ടായത്. നമ്മളെ ഒരുപാട് ദിവസത്തിന്റെ അനാവശ്യത്തിൽ നിന്ന് അവസാനത്തിലാണ് കടത്തിൽ വന്ന് മൂടുന്നത്. നമ്മൾ കടം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാവുന്നതല്ല കടം. പല വഴികൾ കഴിഞ്ഞതിന് ശേഷമാണ് അവനെ കടത്തിലേക്ക് വരുന്നത്. കുറേ അനാവശ്യ ചെലവുകൾ നടത്തിയിട്ടുണ്ടാവും ആദ്യം. എന്നിട്ട് ആ അനാവശ്യ ചെലവുകളുടെ മുകളിൽ പിന്നെ അതിന്റെ മുകളിലേക്ക് ടോപ്പപ്പ് ആയിട്ടാണ് ഈ കടം കൂടി വരുന്നത്. അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ടല്ലല്ലോ അതുണ്ടായത്. അതേപോലെ തന്നെ ആ പ്രോസസ്സ് തന്നെ തിരിച്ചു മടങ്ങണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആ ഇഴകൾ, ആ കെട്ടിപ്പണഞ്ഞ ഇഴകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ അഴിച്ചഴിച്ചഴിച്ച് വരുമ്പോഴാണ് കടം വീടുക. അപ്പൊ അത് പ്രോസസ്സ് നിങ്ങൾ അതേപോലെ തന്നെ തിരിച്ചു മടങ്ങും വേണം. അതുകൊണ്ടാണ് എല്ലാത്തിനും നമ്മൾ ക്ഷമ കാണിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കൂല. ഒരു മാണിക്യം കൊണ്ടുവന്ന് പാമ്പ് കൊണ്ടുവന്നിട്ട് മാണിക്യം കൊണ്ടുപോയി സ്വർണ്ണാക്കി അങ്ങനെയൊന്നും സംഭവിക്കൊന്നുമില്ല. അതൊന്നും ആരും അങ്ങനെയുള്ള വ്യാമോഹത്തിലൊന്നും പോയി വീഴണ്ട. അതുപോലെ തന്നെ ചെമ്പിനെ സ്വർണ്ണാക്കി തരും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരാൾ വന്ന് നമ്മളെ കയ്യിലുള്ള ചെമ്പ് കൊടുത്ത് സ്വർണ്ണാക്കി കിട്ടും. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും ദുനിയാവില് നടക്കൂല. അതൊക്കെ വഹീന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്ന ആ സമയത്ത് നടപ്പിലായ കാര്യങ്ങൾ ഉണ്ടാവും. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഭൂമിയിലെ സ്വാഭാവിക പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൂടി തന്നെ നടക്കുള്ളൂ. അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലുക എന്ന് പറയുന്നത് നമ്മുടെ അമൽ സ്വീകരിക്കപ്പെടാൻ, അതായത്
അതായത് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാനുള്ള പിന്നെ ആദ്യത്തെ പടിയാണ്. ആ പടി ശരിക്കും കൃത്യമായി ശരിയായ രീതിയിൽ ചെയ്യണം. അല്ലാതെ തോന്നിയത് പോലെ കാണിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തായിരിക്കും അതിന്റെ പ്രശ്നം ഉണ്ടാവുക. നമ്മളെ അടുത്തുള്ള തിന്മകളിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ കൈകൊണ്ട് ചെയ്തു വെച്ചത് കൊണ്ടല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതാണ്. ഓക്കെ. അള്ളാഹുയെയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ തെറ്റായ യാതൊന്നും ചെയ്യാതിരിക്കെ ശല്യപ്പെടുത്തുന്നവരാരോ അവർ അപവാദവും പ്രത്യക്ഷമായ പാപവും പേറിയിരിക്കുകയാണ്. നബിയെ, നിന്റെ പത്നിമാരോടും പുത്രന്മാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇതാണ് ഇസ്ലാമിലെ പിന്നെ മൂടുപടം, അതായത് മുഖമക്കനുകൾ താഴ്ത്തിയിടാൻ പറഞ്ഞുകൊണ്ടുള്ള ഈ ആയത്ത് കൊണ്ടാണ് പിന്നെ നമ്മൾ നിക്കാബ് ധരിക്കണം എന്ന് പല ഉലമാക്കളും പറഞ്ഞതിന്റെ കാരണം. ഓക്കെ. കാരണം സത്യവിശ്വാസികൾക്ക് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും ഉള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണിത്. ഇത് എന്തിനാണ്? നമ്മളെ തിരിച്ചറിയാനാണെന്നാണ്. അതായത് നമ്മൾ ഒരു സത്യവിശ്വാസിയായ ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ ഐഡന്റിറ്റി കൂടിയാണത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡന്റിറ്റി നമ്മൾ കീപ്പ് ചെയ്താൽ നമ്മൾ എന്താണ്, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, അതായത് അന്യ ആളുകളുടെ അടുത്ത് നിന്ന് നമുക്കൊരു ശല്യം വരാതിരിക്കാൻ നമ്മൾ ഒരു എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു നിക്കാബ് ധരിച്ച ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഒരു അന്യപുരുഷനും പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് സംസാരിക്കൂല. എന്നാൽ തുറന്നു കിടക്കുന്ന ഒരു സ്ത്രീ നോക്ക്, മുടിയും കാണിച്ച് അവള് പിന്നെ ഭയങ്കര ചിരിച്ച് കൊഞ്ചി സംസാരിക്കുന്ന ഒരു സ്ത്രീന്റെ അടുത്ത് നോക്കിയേ, അവളുടെ ചുറ്റും ആണുങ്ങൾ വന്ന് സംസാരിക്കും. അതാണ് മൂടി വെച്ചൊരു ഒരു ഒരു സ്ത്രീയും മൂടി വെക്കാത്ത ഒരു സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസി ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്താവണം, നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേ മതിയോ. നമ്മളാക്കാണ് ആവശ്യം, അല്ലാതെ അള്ളാഹ്ക്കല്ല ആവശ്യം. നമ്മളൊരു സത്യവിശ്വാസിനി ആവണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുക. പരിശ്രമമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടൊന്നും എല്ലാവർക്കും മാറാൻ കഴിയില്ല. പക്ഷെ എന്നാലും പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു നമ്മൾ അതെങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അത് ഭയങ്കര ലജ്ജയാണ് അവൾക്ക് ആളുകളുടെ മുന്നിൽ. പിന്നീട് അവളുടെ സൗന്ദര്യം കാണിക്കുക എന്ന് പറയുന്നത് അവൾക്ക് ലജ്ജയുണ്ടാക്കും. അത് ഒരു സത്യവിശ്വാസിയായ സ്ത്രീക്ക് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു സ്ലോ പ്രോസസ്സിൽ കൂടി നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളോട് ചോദിച്ചു നോക്കുക, നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ ആ ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഉയരാൻ പരിശ്രമിക്കുക. ഇപ്പൊ തലയിൽ തട്ടിടാതെ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടിയൊക്കെ കാണിച്ച് നടക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ഒതുങ്ങിയിട്ട് മുടിയൊന്നും കാണിക്കാത്ത രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതല്ല കുറച്ച് പിന്നെ മുടിയൊന്നും കാണിക്കാതെ നടക്കുന്ന ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഹയസ്റ്റ് ലെവലിൽ, എന്താ ഒരു വസ്ത്രധാരണത്തിലൊക്കെ അവള് കുറച്ചും കൂടി ഒരു മാന്യത കാണിക്കുകയും അതിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ അവൾ ഒരു ലെവലും കൂടി ഉയരും. പിന്നെ അടുത്ത ലെവലിലേക്ക് അങ്ങനെ നമ്മൾ സ്ലോ പ്രോസസ്സിങ് കൂടെ നടക്കുകയുള്ളൂ, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നൊന്നും പറയണ്ട. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു പറഞ്ഞ ആ സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ അടുത്തേക്ക് നമ്മളും എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അതേ ലെവലിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രീതിയിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. ഓക്കെ. കപട വിശ്വാസികളും തങ്ങളുടെ ഹൃദയങ്ങളിൽ രോഗമുള്ളവരും നുണ പ്രചരിപ്പിച്ച് മദീനയിൽ കുഴപ്പം ഇളക്കി വിടുന്നവരും അതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം അവർക്ക് നേരെ നിന്നെ നാം തിരിച്ചുവിടുക തന്നെ ചെയ്യും. പിന്നെ അവർക്ക് നിന്റെ അയൽവാസികളായി അല്പം മാത്രമേ അവിടെ കഴിയാനൊക്കൂ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ആ സമയത്ത് അവിടെ ജനങ്ങൾ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ പിന്നെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും പിന്നെ അവരൊക്കെ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒക്കെ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അവർ ശാപം ബാധിച്ച നിലയിലായിരിക്കും. എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവർ പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും. മുമ്പ് കഴിഞ്ഞു പോയവരുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച അതേ നടപടിക്രമം തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ യാതൊരു മാറ്റവും നീ കണ്ടെത്തുകയില്ല. ജനങ്ങൾ അന്ത്യസമയത്തെ പറ്റി നിന്നോട് ചോദിക്കുന്നു, പറയുക,
അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിങ്കിൽ മാത്രമാകുന്നു. നിനക്ക് അതിനെപ്പറ്റി അറിവ് നൽകുന്ന എന്തൊന്നാണുള്ളത്? അന്ത്യസമയം ഒരു വേള സമീപസ്ഥമായിരിക്കാം. തീർച്ചയായും അള്ളാഹു സത്യനിഷേധികളെ ശപിക്കുകയും അവർക്ക് വേണ്ടി ജ്വലിക്കുന്ന നരകാഗ്നി ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ അതിൽ ശാശ്വതവാസികളായിരിക്കും. യാതൊരു രക്ഷാധികാരിയെയും സഹായിയെയും അവർ കണ്ടെത്തുകയില്ല. അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും, ഞങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായത്. ഞങ്ങളുടെ രക്ഷിതാവെ, അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകുകയും അവർക്ക് നീ വൻ ശാപം ഏൽപ്പിക്കുകയും ചെയ്യണമേ എന്നും അവർ പറയും. സത്യവിശ്വാസികളെ, നിങ്ങൾ മൂസാ നബിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ പോലെയാകരുത്. എന്നിട്ട് അള്ളാഹു അവർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കുകയും ചെയ്തു. അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ ഉത്കൃഷ്ടനായിരിക്കുന്നു. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദ്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ അൽബക്രയിൽ പറഞ്ഞിട്ടുണ്ട്. നീയും നിന്റെ റബ്ബും കൂടി പോയിക്കൊള്ളുക, നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചോദ്യം ചെയ്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു, എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ എന്താവരുത്, സത്യവിശ്വാസികള് ഒരിക്കലും അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ സംശയം ചോദിച്ചുകൊണ്ടിരിക്കരുത്. നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ സ്വീകരിക്കാതിരിക്കാത്ത മാത്രമേ ഉള്ളൂ. അതെ, അതിന്റെ മുകളിൽ പോയിട്ട് ചോദ്യം ചെയ്ത് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കരുത് എന്നാണൊക്കെ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക, എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും. അള്ളാഹുവിന്റെ ദൂതനെയും ആരനുസരിക്കുന്നുവോ അവർ മഹത്തായ വിജയം നേടിയിരിക്കുന്നു. തീർച്ചയായും നാം ആ ദൗത്യം ഉത്തരവാദിത്വം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അത് ഏറ്റെടുക്കുന്നതിന് അവ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി അവയ്ക്ക് പേടി തോന്നുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. തീർച്ചയായും അവന് കടുത്ത അക്രമിയും അവിവേകിയുമാകുന്നു. ഇത് നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ റൂഹിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഒക്കെ നമ്മളെയും പിന്നെ മരങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളെയും എല്ലാത്തിനും വിളിച്ചു കൂട്ടി എന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്ത് ഏറ്റെടുക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ്. ഒക്കെ അതായത് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വസ്തുവിനെയാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഒക്കെ അത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിക്മത്തായിരിക്കാം, എന്തോ അള്ളാഹു ആലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്തിന് അങ്ങനെ അമാനത്ത് എന്നുള്ള വാക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ അമാനത്ത് നമ്മൾ കാണിച്ച സമയത്ത് പർവ്വതങ്ങളും മരങ്ങളും പിന്നെ മറ്റുള്ള ജീവജാലങ്ങളും ഒന്നും ഇത് ഏറ്റെടുത്തില്ല എന്നാണ്. എന്നാൽ മനുഷ്യന് മാത്രം അത് ഏറ്റെടുത്തുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യന് വിവേക ബുദ്ധിയായിരിക്കും അവൻ ഏറ്റെടുത്തിട്ടുണ്ടാവുക. അവനെല്ലാം വിവേചിച്ചറിയാനും അവനക്ക് ചിന്തിക്കാനും അവനക്ക് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ അല്ലെ, വേറൊരു ജീവജാലങ്ങൾക്ക് അത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ മനുഷ്യന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവന് എന്ത് തന്നെ നേടിയെടുക്കാനും ഒക്കെ ദുനിയാവിൽ കഴിവും ഒക്കെ കൊടുത്തത്. അതുകൊണ്ടാണ് അവന് വിവേചിച്ചറിയാൻ ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ അമാനത്ത് ഏൽപ്പിച്ചു കൊടുത്തപ്പം മനുഷ്യൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു എന്നാണ്. അതുകൊണ്ടാണ് നമ്മള് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാന് നമ്മളെ വെച്ചതും അതുകൊണ്ടാണ്. കാരണം ബാക്കി ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, നമ്മളെ മാത്രമേ ചോദ്യം ചെയ്യപ്പെടുള്ളൂ. അപ്പൊ അള്ളാന്റെ എല്ലാ ക്രിയേഷൻസിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അതൊക്കെ എന്താണ്, അവരൊക്കെ എന്താ നാളെ അള്ളാഹ് ഇതുകൊണ്ടാ നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണില്ലേ? അതൊക്കെ ഈ ഒരു കാര്യമാണ്. അതായത് നമ്മളത് ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറഞ്ഞത്, അവർക്കൊക്കെ പേടി തോന്നിയിട്ട് അവരാരും ഏറ്റെടുത്തില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏറ്റെടുത്തു, അവൻ അടുത്ത അക്രമിയും അവിവേകിയുമാകുന്നു. കാരണം ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അവനെ ചെയ്തത് എന്നാണ്. അല്ലായിരുന്നെങ്കിൽ നമ്മള് മൃഗങ്ങളെയും പിന്നെ പക്ഷികളെയും നമ്മള് പിന്നെ മരങ്ങളെയും പർവ്വതങ്ങളെയും ഒക്കെ പോലെ ആയിരുന്നുവെങ്കിൽ നാളെ പരലോകത്ത് നമുക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഒരു ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല. ഇത് ചോദ്യം ചെയ്യാൻ നമ്മൾ സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് വെച്ചിട്ട് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ നമ്മൾ ദുനിയാവില് നമുക്ക് ഇന്നുവരെ കാണാത്ത ആളുകളൊക്കെ നമ്മൾ ചിലപ്പം നമുക്ക് കാണുമ്പോൾ നമ്മൾ എവിടുന്നോ കണ്ട് മറന്ന ഒരു പരിചയം എന്നൊക്കെ തോന്നാറില്ലേ? അതിൻ്റെയൊക്കെ കാരണം പറയപ്പെടുന്നത്, അന്ന് നമ്മൾ ആ ആലമുൽ അർവാഹിൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട സമയത്ത് നമ്മൾ പരസ്പരം അടുത്തടുത്ത് നിന്നിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം അറിയുന്ന ഒരു പരിചയം, നമ്മുടെ റൂഹുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കണക്ഷന് നമ്മൾ മനുഷ്യർക്കിടയിൽ പല ആളുകൾക്കിടയിലും പലപ്പോഴും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും.
അതിൻ്റെയൊക്കെ കാരണം ഇതാണെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് നാളെ പരലോകത്തും സംഭവിക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. അന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ചോദ്യം ചെയ്യും. അന്ന് സംഭവിച്ച അതേപോലെ തന്നെ നമ്മൾ ഇനി സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ. കപട വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കുവാനും സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുവാനും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നത്. അതായത് നാളെ പരലോകത്ത് നമ്മളെ ചോദ്യം ചെയ്യപ്പെടും ഈ നൽകിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. ആരാണ് കപട വിശ്വാസി, ആരാണ് സത്യവിശ്വാസി എന്നിവ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് തിരിച്ചറിയും. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കഴിവും നൽകിയത്. അതായത് സ്വയം വിവേചിച്ചറിയാനുള്ള കഴിവ് നൽകിയത്. കപടവിശ്വാസികൾക്ക് കപടവിശ്വാസികളെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. സത്യവിശ്വാസികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരുമിച്ച് കൂട്ടും. ഇവരെ വിവേചിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്ത് ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. ഓക്കെ. ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനിയും ഈ ഈ ഈ ഒരു സൂറത്ത് നമ്മൾ ഇനിയും വായിച്ചു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അത്രയും കാര്യങ്ങൾ ഈ ഒരു സൂറത്തിലുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഒരുപാട് നമ്മളെ ഉൾക്കാഴ്ച കൂടും. ഈ ഒരു ആയത്ത് കൊണ്ട് തന്നെ നമ്മുടെ ഉൾക്കാഴ്ച ഒരുപാട് കൂടണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഒരിക്കൽ. അതുകൊണ്ടാണ് അന്ന് നമ്മൾ വാങ്ങിച്ച ആ അമാനത്താണ് നമ്മളെ ഈ വിവേചിച്ചറിയാനുള്ള കഴിവും ബുദ്ധിയും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ അതിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ. ആ വിവേചിച്ചറിയാനുള്ള ഈ അമാനത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹിന്റെ ഒരു സൃഷ്ടികൾക്കും കിട്ടാത്ത ആ അനുഗ്രഹമാണ്. ഈവൻ മലക്കുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തിട്ടില്ല. മലക്കുകൾക്കൊക്കെ കൽപ്പിച്ചത് പ്രവർത്തിക്കാൻ മാത്രമേ മലക്കുകൾക്ക് അറിയുള്ളൂ. പക്ഷെ മനുഷ്യന് മാത്രമാണ് എന്ത്, എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിഞ്ഞ് അവനക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അവനക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. കള്ള് എന്ന് പറയുന്നത് അതിപ്പോ അള്ളാഹ് ഖുർആനിൽ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും അത് ചീത്ത വസ്തുവാണെന്നുള്ളത് എല്ലാ മനുഷ്യന്മാർക്കും അറിയാലോ. അതുപോലെ തന്നെ വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് അത് തിന്മയാണെന്നുള്ളത് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാ മനുഷ്യന്മാർക്കും അറിയാലോ അത് തിന്മയാണെന്നുള്ളത് അല്ലെ. ബ്ലഡ് കുടിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും തിന്മയായിട്ടുള്ള കാര്യമാണെന്നുള്ളത് അത് മുസ്ലിങ്ങൾക്ക് ഖുർആനിൽ എഴുതിയിട്ടില്ലെങ്കിൽ പോലും എല്ലാ ജനങ്ങൾക്കും അറിയാലോ അത് ഏറ്റവും ചീത്തയായിട്ടുള്ള വസ്തുവാണെന്നുള്ളത്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. കാരണം മനുഷ്യന് എല്ലാവർക്കും അറിയാം എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും. എല്ലാവരുടെ ബ്ലഡിൽ അവരെല്ലാവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അമാനത്ത്. പിന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഒരു ചട്ടക്കൂടി വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വെക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് തന്ന ഒരു അനുഗ്രഹമാണ്. നമുക്കൊരു അടുക്കും ചിട്ടയുണ്ടല്ലേ, അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കണം, നമസ്കരിക്കണം, ഉച്ചയായിട്ടുണ്ടെങ്കിൽ അവന് നമസ്കരിക്കണം, വൈകുന്നേരമായി നമസ്കരിക്കണം, ഈ മഗ്‌രിബിനെ സമയത്ത് നമസ്കരിക്കണം, രാത്രി കിടക്കുമ്പോൾ നമസ്കരിക്കണം. അവന് നന്മ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, തിന്മകളൊക്കെ വിരോധിക്കണം, ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യണം. നമുക്ക് സ്വത്ത് മുതൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന രീതിയിൽ ചെയ്യണം, വിവാഹം ഇന്ന രീതിയിൽ ചെയ്യണം, മക്കളുണ്ടായ ഇന്ന രീതിയിൽ ചെയ്യണം, പിന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യും. അതൊരു അടുക്കും ചിട്ടയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടുക്കും ചിട്ടയാണ്. ആ അടുക്കും ചിട്ടയും അള്ളാഹ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതാണ് ഒരു പിന്നെ ഇസ്ലാമിന്റെ ചട്ടക്കൂട്. അതെല്ലാവർക്കും ഏറ്റെടുക്കാം. അത് ഇസ്ലാമില് പിന്നെ പറഞ്ഞ ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു ചട്ടക്കൂട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും നല്ല സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം എല്ലാവർക്കും കിട്ടും. അത് മനുഷ്യന് എല്ലാവർക്കും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു കാര്യമാണ്. ആ അനുഗ്രഹം നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് നല്ല ഹൈറ്, ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഹൈറ് എന്താണ്, നാളെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹ് നമ്മളെ ചോദ്യം ചെയ്യും, നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. നാളെ അള്ളാഹിന്റെ മുമ്പിൽ എന്തായാലും ഈ ഒരു അമാനത്ത് ചോദ്യം ചെയ്യപ്പെടും. അതെല്ലാവർക്കും ചോദ്യം ചെയ്യപ്പെടും. അത് മുസ്ലിങ്ങള്, ഹിന്ദു, ബാക്കിയുള്ള മതസ്ഥര് ഇതൊന്നുമില്ല. എല്ലാവരും നാളെ അള്ളാഹിന്റെ മുമ്പിൽ പോയി. അപ്പം ഈ പർവ്വതങ്ങളും മറ്റുള്ള അള്ളാഹിന്റെ ക്രിയേഷൻസ് ഒക്കെ പൊടിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പഴയ ലെവലിലേക്ക് തന്നെ മാറ്റും. മനുഷ്യന് മാത്രം എന്താവും, നരകവും സ്വർഗവും. അതിലേതാ വേണ്ടതെന്നുള്ളത് നമുക്ക് ഇന്ന് തീരുമാനിക്കാം. ഇന്ന് തന്നെ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. നമ്മൾ തീരുമാനിക്കുന്ന അന്ന് മുതൽ തന്നെ നമുക്ക് ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഒരു മുഅ്മിനിന് അവൻക്ക് പല തരത്തിലും അവൻക്ക് അവന്റെ ആഖിബത്ത് കണ്ടെത്താൻ പറ്റും. നാളെ പരലോകം എങ്ങനെയാണെന്നുള്ളത് അവൻക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു മുഅ്മിനിന്. അത് പല വഴിയിലൂടെ അവന് കാണും. അത്
അവന്റെ മനസ്സ് സലീമാവും, സമാധാനം അടഞ്ഞതാവും. അവന് സ്വപ്നങ്ങൾ കാണിക്കപ്പെടും. ആ സ്വപ്നങ്ങൾ സത്യപ്പെടുത്തുന്ന സ്വപ്നങ്ങളാവും. ആ, വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അവനക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇതൊക്കെ ഒരു മുഅ്മിനീന് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. അത് അള്ളാഹുലേക്ക് അടുക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അത് അള്ളാഹ് ഭൂമിയിൽ ഇട്ടുവെച്ചിട്ടുള്ള ഒരു മൂജിസത്താണ് ശരിക്കും. അതായത് പ്രവാചകന്മാർക്ക് കൊടുത്ത 46 ഒരു അംശമാണ് സ്വപ്നങ്ങൾ സത്യപ്പെടുത്തുക എന്നുള്ളത്. അത് ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഭൂമിയിൽ അത് നിലനിൽക്കുന്നുണ്ട്. അതൊരു സത്യവിശ്വാസിക്ക് ഏറ്റവും അള്ളാഹിന്റെ അടുത്തേക്ക് ഉയർന്നുയർന്ന് നിൽക്കുമ്പോൾ അവനക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായ പ്രോസസ്സിലൂടെ അവനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവനക്ക് അറിയാൻ പറ്റും പരലോകത്ത് എന്താ എനിക്ക് വരിക. പലർക്കും സ്വപ്നങ്ങൾ കാണിക്കപ്പെടും, അവർക്ക് നരകം കാണിക്കപ്പെടും, സ്വർഗം കാണിക്കപ്പെടും, പല 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 സയൻസ് അവർക്ക് കാണിക്കും. ഇതൊക്കെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇട്ടുകൊടുത്ത അനുഗ്രഹത്തിൽ പെട്ടതാണ്. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. അത് അള്ളാഹ് എന്ന് പറയുന്നതും അതുണ്ട് എന്നുള്ളതും സ്വർഗമുണ്ട് എന്നുള്ളതും നരകമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ദുനിയാവിൽ വെച്ച് തന്നെ. സത്യവിശ്വാസികൾക്ക് അത് അനുഭവപ്പെടും. അവനത് അതുകൊണ്ട് തന്നെയാണ് ഒരു സത്യവിശ്വാസി ആയി കഴിഞ്ഞാൽ ഒരിക്കലും അവന് തിരിച്ചു മടങ്ങൂല. അവനക്ക് മടങ്ങാൻ കഴിയില്ല. അവന്റെ കൂടെ ഉള്ളവര് ചിലപ്പം അവനെ വിട്ടുമാറും. ചിലപ്പം ഭാര്യമാര് അവര് ചിലപ്പോൾ സത്യവിശ്വാസിയാവാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വിവാഹമോചനം നടക്കും. അതൊരു സത്യവിശ്വാസിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോങ് പ്രോസസ്സാണത്. അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴുകി വൃത്തിയാക്കി അവന്റെ അടുത്ത് നിന്നുള്ള എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി അവനെ പ്യൂറാക്കി വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കൊണ്ടുപോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവനക്ക് അസുഖങ്ങൾ വരാം, അവനക്ക് പ്രശ്നങ്ങൾ വരാം. അതൊക്കെ സത്യവിശ്വാസികൾക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൽപ്പെട്ടാണ്. എന്നാൽ ഒരു സത്യനിഷേധിക്കും അതേപോലൊക്കെ വരും. പക്ഷെ അവനക്ക് എന്താണ്, അവനക്കത് മനസ്സിലാവില്ല. അവന്റെ തിന്മകളോ അവന്റെ നന്മകളൊന്നും അവനക്ക് മനസ്സിലാവില്ല. അവൻ അതിൽ തന്നെ കിടന്നിട്ട് അവനിങ്ങനെ കാലിട്ടടിക്കുകയും അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയും അവന് പ്രശ്നത്തിനെ വലുതാക്കി പർവ്വതീകരിച്ച് അതിന്റെ മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സത്യവിശ്വാസി എപ്പോഴും എന്തായിരിക്കും, കാമായിരിക്കും. അവന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അവന് ആ അവധാനതയോടുകൂടി അവൻ കാണുകയും അവൻ ആ ജീവിതത്തിനെ അവന് വിജയം വരിച്ചവരുടെ കൂട്ടത്തിലേക്ക് അവനെ ഉയർത്തുകയും ചെയ്യും. ഓക്കെ, ഇത്രയും വാക്കാണ് ഇന്ന് പഠിക്കാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله اغنني بفضلك من سواك. ربي انزل منزل مبارك أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. ربي إنا لما أنزلت من خير فقير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാൻ അല്ലാഹുവേ, എഴുത്തും പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വാലിഹായ അമലുകളായി സ്വീകരിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് പുറത്തു മാപ്പ് നൽകുകയും അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിച്ച് തരികയും ചെയ്യണമേ. യാ റഹ്മാൻ അല്ലാഹുവേ, ഹലോത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹ്മാൻ അല്ലാഹുവേ, സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിലാലേ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അമാനത്ത് ഏറ്റെടുത്ത അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത പ്രയാസത്തിന് അല്ലാഹുവേ നീ ഞങ്ങളെ ശിക്ഷിക്കരുത്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരികയും അല്ലാഹുവേ ഞങ്ങളുടെ അറിവില്ലായ്മ അല്ലാഹുവേ നീ പുറത്തു മാപ്പ് നൽകുകയും അല്ലാഹുവേ കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകുകയും വരാനിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകുകയും നിന്റെ തൃപ്തിപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിലാലേ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബകളുടെ കൂടെ അല്ലാഹുവേ ഞങ്ങളെ ഉമ്മമാരുടെ കൂടെ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നിലേക്ക് മടങ്ങിയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ നിന്റെ തൃപ്തിപ്പെട്ട ഉത്തമരായ അടിമകളാകാൻ ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഞങ്ങളെ ഇണകൾക്കും അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളെ സഹോദരങ്ങൾക്കും അള്ളാഹുവേ എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹുവേ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവേ, യാ റഹ്മാൻ അല്ലാഹുവേ ഹിബ്രജത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കണമേ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു പരിപൂർണമായി പൂർത്തീകരിച്ച് തരണമേ. ഞങ്ങൾ കച്ചവടങ്ങളിൽ അള്ളാഹു റഹ്മത്ത് ബർക്കത്ത് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ ജീവിതമാർഗങ്ങൾ തുറന്നു തരികയും നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിലും അള്ളാഹു കൈ നീട്ടാത്ത വിധം അള്ളാഹു ഞങ്ങളുടെ കൈകൾ അള്ളാഹു റഹ്മത്തിലും ബർക്കത്തിലും ഐശ്വര്യത്തിലാക്കി തന്നെ അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹു റഹ്മാൻ ഈ റമളാൻ മാസത്തിലെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിക്കുകയും അള്ളാഹു റമളാൻ മാസത്തിലെ എല്ലാ കർമ്മങ്ങളും നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യണമേ.
اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو ഫഅഫു അന്നാ. അല്ലാഹുവേ ലൈലത്തുൽ ഖദർ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ വരും ദിവസങ്ങളിൽ അല്ലാഹുവേ ഈ അവസാനത്തെ 10 അല്ലാഹു ലൈലത്തുൽ ഖദർ ഇറങ്ങുമെന്ന് പറഞ്ഞ രാവുകൾ അല്ലാഹുവേ വരികയാണ്. അല്ലാഹുവേ അത് ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉന്നതമായ രീതിയിൽ ഞങ്ങൾക്ക് അല്ലാഹുവേ വിനിയോഗിക്കാനും അല്ലാഹുവേ അത് നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കാനും ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അല്ലാഹുവേ ഇബാദത്ത് ചെയ്ത് നിന്റെ തൃപ്തിപ്പെട്ട ഉത്തമ അടിമകളാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ ഞങ്ങളെ അമലുകളിൽ അല്ലാഹുവേ ഏറ്റവും ഉന്നതമാക്കി തരണമേ. അതെല്ലാം അല്ലാഹുവേ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ 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 برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين يا رب العالمين. حمدا كثيرا طيبا مباركا فيه. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.